ദിവസമല്ലേ ഇത്? അവര് പറഞ്ഞു ലോക ഐസായെ നാം കർണ വാലെ കാം കറേ നമാസ് പഠന വാലെ നമാസ് രേ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിസ്കരിക്കണോല് നിസ്കരിക്കും, ജോലി ചെയ്യണോല് ജോലി ചെയ്യും. പരസ്പര കോംപ്രമൈസിന്റെ പരിപാടിയൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളൊന്നും ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. അവർ 21 പേരുണ്ട്. 22 ആളുള്ള ഒരു തൊഴിൽ ക്യാമ്പിൽ 21 പേര് മുസ്ലിമീങ്ങളാണ്. അവരോട് ചെന്നിട്ട് ചോദിച്ചു, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അവരൊരുത്തനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മുസ്തഫ അബ്ദുൽ ലത്തീഫ് ബഹുത് ബഡ ആലിമേ. കൂട്ടത്തിലുള്ള മുസ്തഫ അബ്ദുൽ ലത്തീഫ് ജുമാക്ക് വരാത്ത 21 ആളില് ഒരാൾ വലിയ ആലിമാണ്. ഞാൻ അവനോട് ചെന്നിട്ട് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? എത്ര കാലം ഓതിയിട്ടുണ്ട്? അവൻ പറഞ്ഞു, സാൽ കൊല്ലൊന്നുമില്ല, ഫാത്തിഹ സൂറ മേ 3 ആയപ്പട. ഫാത്തിഹ സൂറത്തിലെ 3 ആയത്തറി മൂപ്പർക്ക്. ഓനാണ് 21 ആളിലെ ഏറ്റവും വലിയ ആലിം. പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി. സഹോദരങ്ങളെ, അവരുടെ ദയനീയമായ രംഗം കണ്ടുകൊണ്ട് സങ്കടം തോന്നിപ്പോയി. ആലോചിക്കുകയാണ്. താലൂകയിലുള്ള എന്റെ 1-2 സുഹൃത്തുക്കളും ആ ക്യാമ്പിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ഞാൻ ഈ സംഭവം പങ്കുവെക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വല്ലാത്തൊരു നിഅമത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, അവര് വന്നു. അവർ 6 ദിവസം ഞങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. അതിനുശേഷം അവരോട് ഫാത്തിഹ സൂറത്ത് ഓതാൻ പറഞ്ഞു. യാതൊരു നിവൃത്തിയില്ല. ബംഗ്ല ഭാഷ അവർക്കറിയില്ല, ഹിന്ദി അറിയില്ല, ഉറുദു അറിയില്ല, ലോകത്ത് ഒരു ഭാഷയും എഴുതാനോ വായിക്കാനോ അറിയില്ല. അലിഫ് വായിക്കാൻ കഴിയാത്ത സാധുക്കള് അവരോട് എങ്ങനെ പഠിപ്പിക്കണമെന്നറിയാതെ ഞങ്ങൾ അവസാനം പ്രയാസപ്പെട്ടപ്പോഴാണ് ഒരു ടെക്നിക്ക് തോന്നിയത്. അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. 8 GB മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഉള്ള, 8 GB ഉള്ള, 10 GB ഒക്കെ കപ്പാസിറ്റിയുള്ള നല്ല മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിലേക്ക് സൂറത്തുൽ ഫാത്തിഹ ബ്ലൂടൂത്ത് ചെയ്ത് കൊടുത്തു. ചെറിയ സൂറത്തുകൾ അവരുടെ മൊബൈലിലേക്ക് ഇൻസേർട്ട് ചെയ്തു. മാത്രമല്ല, നിസ്കാരത്തിന് ഡെമോൺസ്ട്രേഷൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് സാധുക്കളായ 50 ചില്ലാനം വരുന്ന ആളുകൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ നമ്മുടെ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് സാധ്യമാവുകയാണ്. സമാനമായ ഒട്ടനവധി ക്യാമ്പുകൾ നമ്മുടെ ഇവിടേക്ക് ജോലിയാർത്ഥം ജീവിതത്തിന്റെ ഉപജീവന മാർഗം തേടി ഇവിടെ എത്തിയ സഹോദരങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ ഇതാ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ദീൻ പഠിപ്പിക്കാൻ കടന്നു ചെല്ലുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയും അനുബന്ധമായ പാഠശാലകളും ഇതാ വിപുലമായ സംവിധാനത്തോടുകൂടെ പടർന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് വിവരമനുസരിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ മതപാഠശാലകൾക്ക്, മക്തബകൾക്ക്, മദ്രസകൾക്ക് ആരംഭിക്കാനുള്ള അനുമതിയും ഔദ്യോഗികമായ സംവിധാനങ്ങളും ഒരുക്കിത്തീർന്നപ്പോ എങ്ങനെ നടത്തണമെന്നതിനെ കുറിച്ച് കാര്യമായ വശമില്ല. പശ്ചിമ ബംഗാളിൽ നിന്നും പ്രതിനിധികൾ കേരളത്തിലേക്ക് എത്തി. ആ സമയത്ത് തീർച്ചയായും അവർ ചോദിച്ചു, ഞങ്ങൾക്ക് മദ്രസ ആരംഭിക്കണം, മതപാഠശാലകൾ നടത്തണം. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ, പിന്നോക്ക ജനവിഭാഗങ്ങളെ സമുദ്ധരിക്കാനുള്ള മാർഗം എന്താണ്? അവർ ചൂണ്ടിക്കാണിക്കുന്നത് സമസ്ത എന്ന് പറയുന്ന ഒരു മഹത്തായ തണൽ മരമുണ്ട്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കാൻ ചേളാരിയിലാണ് അതിന്റെ കേന്ദ്രം. അതിന് വ്യക്തമായ സിലബസ് ഉണ്ട്, സംവിധാനമുണ്ട്, ശാസ്ത്രീയമായ പഠന സംവിധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു പകർത്തുക, അത് നിങ്ങൾ പകർന്നു കൊടുക്കുക എന്ന് പറയാം. ലോകത്ത് ഇന്ത്യയുള്ള മറ്റു സ്റ്റേറ്റുകൾക്ക് മാതൃകകൾ സൃഷ്ടിക്കാൻ പുണ്യസമസ്തക്ക് കഴിയുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കുക. ഈ സംവിധാനത്തോ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. ഇതിന്റെ ഔന്നത്യത്തിന് വേണ്ടി ഉള്ളറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അത് അച്ചടക്കത്തിന്റെ അനിവാര്യത ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഘബോധത്തിന്റെ ഉത്തമമായ മാതൃകകളായി നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സമസ്തയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ. മുജാഹിദ് പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, 8.5 പതിറ്റാണ്ട് കാലം പറഞ്ഞ തൗഹീദൊന്നും തൗഹീദല്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ 2 ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് ഒരു കൂട്ടരെ തൗഹീദിനെ മറ്റൊരു കൂട്ടരും, അവരുടെ തൗഹീദിനെ ഇവരും പറഞ്ഞുകൊണ്ട് തെറിയഭിഷേകം നടത്തിക്കൊണ്ട് തെരുവിലൂടെ സത്യം പറഞ്ഞാൽ ഇനി ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിധം അവർ മുന്നോട്ട് പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥിതി എന്താ? ഓരോരോ ദിവസവും അവരുടെ ആശയഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഗവൺമെന്റ് താകൂത്തി ഗവൺമെന്റാണ്, പിശാചുള്ള ഗവൺമെന്റാണ്. അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പാടില്ല, അതിന്റെ ഒരു ആനുകൂല്യവും പറ്റാൻ പാടില്ല. അത് ശിർക്കിനെ സഹായിക്കലാകരിക്കണം. അതുകൊണ്ട് ഇസ്ലാമിക് ഗവൺമെന്റ് സ്ഥാപിക്കാൻ രംഗത്ത് വന്നവർ എവിടെ എത്തി? പാർലമെന്ററി സംവിധാനവുമായി പൊരുത്തപ്പെട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗവക്കായി കയ്യിലിതാ ഒരു മശുപുരുണ്ട് കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടയാളം വീണ് കഴിഞ്ഞാൽ അവൻ അത് ശിർക്കിനെ സഹായിക്കലായി. അതുകൊണ്ട് വോട്ട് ചെയ്യൽ ശിർക്കാണ്, ലാ
രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കൽ ശിർക്കാണ്, ഗവൺമെന്റിന്റെ ഉദ്യോഗം നേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞു ഈ സമുദായത്തെ പിന്നോട്ട് നയിച്ചവർ ഇപ്പൊ എവിടെ എത്തിയെന്നറിയുമോ? സംവരണത്തിനു വേണ്ടി സമരം നയിക്കുകയാണ്, ഉദ്യോഗത്തിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. മറുഭാഗത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുകയല്ല, അത് രാഷ്ട്രീയ പാർട്ടിയായി തരം താഴുന്ന രംഗമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. എന്നാൽ അരനൂറ്റാണ്ട് മുമ്പ് മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അല്ലാഹു മഹാനവറുകളുടെ പരലോകത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ രംഗപ്രവേശനം കണ്ടപ്പോ, അവിടെ രൂപം കണ്ടപ്പോ, അവരുടെ ആശയഗതികളെ വിലയിരുത്തി മഹാനായ വാണിയമ്പലം ഉസ്താദ് അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞില്ലേ, ഇത് ഒരു മതസംഘടനയല്ല, പാർലമെന്ററി വ്യാമോഹമായി കടന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പ്രഖ്യാപനം പുലരാൻ അരനൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കിയവര് അതിന്റെ അവസ്ഥ എന്താ? മതപരമായ ഒരു അജണ്ടയില്ലാതെ ജമാഅത്തെ ഇസ്ലാമി തരംതാണു പോകുന്ന രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നവർക്ക് മതം ഒരു അജണ്ടയല്ല, മതപരമായ കാര്യങ്ങൾ അവർ തിരിഞ്ഞു നോക്കുന്നേയില്ല. പകരം കേവല ബൗദ്ധികമായ അതും പ്രഹസനാത്മകമായ പഠോപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, സമുദായത്തിന്റെ അകത്തും സമൂഹത്തിന്റെ അകത്തും വിള്ളലുണ്ടാക്കാൻ ചില പൊടിക്കൈകൾ വിതറിക്കൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥിതി ആലോചിക്കുക. മതം ഷാ മുഹമ്മദ് ഇല്യാസിന്റെ സ്വപ്നദർശന സിദ്ധാന്തം തബ്ലീഗ് ജമാഅത്ത് ഇവിടെ എത്തി നിൽക്കുന്നത്, അത് രൂപവും അവരുടെ ശരീരഗുണങ്ങളും സ്വഭാവത്തിന്റെ ചില പ്രകടമായ ചില രീതികളും ഒക്കെ കാണുമ്പോൾ ഏത് സാധുക്കളും വീണുപോകും. അതിനെക്കുറിച്ച് മഹാന്മാരായ ആലിമ്യങ്ങള് സമസ്തയുടെ പണ്ഡിതന്മാര് പഠിച്ചു. അതിനുശേഷം പൊതുസമൂഹത്തോട് പറഞ്ഞു, ഇതാ തബ്ലീഗ് ജമാഅത്ത് വഹാബിസത്തിന്റെ മറ്റൊരു പകർപ്പാട്, വിദഅത്തിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റാണ്, അതുകൊണ്ട് കരുതിയിരിക്കണം. പൊതുസമൂഹം അതിനെയും കൈയൊടിഞ്ഞു. ഇത് നമ്മുടെ മലബാറിൽ പ്രത്യേകിച്ചും ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന നൂരിഷാ ത്വരീഖത്ത് അതിനെ കൃത്യമായി പഠിച്ചു. സമുദായത്തോട് സമസ്ത പറഞ്ഞു, അടുത്തു പോകരുത്, അത് അപകടമാണ്. അതും തന്നെ വിദഅത്തിന്റെ പുതിയ വഴികളാണ് പരിചയപ്പെടുത്തുന്നത്. സമൂഹം ഏറ്റെടുത്തു. പിന്നീട് പല ത്വരീഖത്തുകൾ രംഗത്ത് വന്നു. കാലോചിതമായി കൃത്യമായി പഠിച്ച് അതിന് കൃത്യമായും നേരിടാനുള്ള ഒരു ചങ്കുറപ്പ് ഈ ആലിമീങ്ങള് സാദാത്തുക്കള് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നപ്പോ നമുക്കറിയാം, ഈ ഉമ്മത്തിന്റെ പരലോകം രക്ഷപ്പെടുന്നതിന് വേണ്ടി, പരലോകം നേടിയെടുക്കുന്നതിന് വേണ്ടി, ആഖിറത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി വഴിയൊരുക്കി തരികയാണ് പുണ്യസമസ്ത നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വിദഅത്തിന്റെ ഓരോ വിഭാഗങ്ങളെ പരിശോധിച്ചു നോക്കിയാലും ഇപ്പോഴിതാ ഓരോ തരീക്കത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ ഒരു പുതിയ തരീക്കത്തിനെ കേൾക്കാൻ ഇടയായി. ഇവിടെ ചെന്ന് നോക്കുമ്പോ സംഘാടകർ പറഞ്ഞു, നിങ്ങൾ ഒരു നിസ്കാരത്തിന്റെ രൂപയും അതിന്റെ പൊരുളും അതിന്റെ താത്വികമായ മാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പുതിയ കൂട്ടർ വന്നിട്ടുണ്ട്. അവര് പറയുന്നത് വെച്ചെങ്കിൽ നിസ്കാരം അങ്ങനെ നിലനിർത്തേണ്ട ഇബാദത്തല്ല എന്ന്. അള്ള പറഞ്ഞു, വാഖിമി സ്വലാത്ത ദിക്രി എന്നാണ്. എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. ഓർമ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റും ഫിക്റും ഖൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല. പിന്നെ മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു അപകടം പിടിച്ചൊരു വാദഗതി കൂടെ ഉണ്ട്. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം സുജൂദ് ചെയ്യുമ്പോൾ ഏത് അവയവാ പൊന്തുന്നത് അത് അള്ളാഹിനെ കളിയാക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പുതിയ സമൂഹം രംഗത്ത് വരുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും രംഗത്ത് വരുമ്പോ ഈ ഉമ്മത്തിന് ഒരു ആലംബമായി, ഒരു അഭയകേന്ദ്രമായി പുണ്യസമസ്തയുണ്ട്. യഥാർത്ഥ തരീഖ് കാണിച്ചു കൊടുക്കാൻ അല്ലാഹുവിനോട് 5 നേരം തിരിഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നേരായ വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി, അമ്പിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ വഴി. പ്രിയപ്പെട്ടവരെ, അതല്ലാതെ സമസ്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളെ കൊണ്ട് വകതിരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നാമമായി നമ്മൾ കാണരുത്. പകരം അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ദീൻ പഠിച്ചറിഞ്ഞ് സഹാബാ കിറാമിനോട്, താബിഈകളിലൂടെ നമുക്ക് എത്തിച്ചേർന്ന വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രമാണ്, യഥാർത്ഥ രൂപമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ. അതല്ലാത്തവരൊക്കെ വഴിപടച്ചവരാണ്, യാതൊരു സംശയവും വേണ്ടതില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നുകിൽ ആശയകരമായ വ്യതിയാനം സംഭവിച്ചവർ, അല്ലെങ്കിൽ ഗുരുത്തക്കേടിന്റെ ആൾരൂപങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നതിന് മുമ്പ് മലായികത്തിനോട് കാര്യം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
മലായികത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കുന്നു, ഇതാ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ പടച്ചുവിടാൻ ആഗ്രഹിക്കുന്ന എന്താ നിങ്ങളുടെ അഭിപ്രായം? അവര് പറഞ്ഞു, എന്തിനാ പടച്ചോനെ വേണ്ടാത്ത പണിക്കുന്നത്? 2 കാല് 2 കൈയും 2 കാതും 2 കണ്ണൊക്കെ ഉള്ള ഈ മനുഷ്യന്മാരുടെ കോല കണ്ടപ്പോ തന്നെ ഒന്നുകിൽ ഹൈഅത്ത രൂപം കണ്ടിട്ട് അല്ലെങ്കിൽ മുൻ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മലായികത്ത് പറഞ്ഞു, പടച്ചോനെ അതിനൊരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഭൂമി കുഴപ്പക്കാരായ ഒരു വിഭാഗത്തെ നീ പടക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചിന്തയും തീരുമാനവും അസ്ഥാനത്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇൽമു നൽകി ആദരിക്കുകയാണ്. മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുകയാണ്, ദുനിയാവിൽ ഇൽമിനേക്കാൾ മഹത്വമുള്ള, അറിവിനേക്കാൾ ഔന്നത്യമുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരുന്നുവെങ്കിൽ അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അത് നൽകുമായിരുന്നു. ഇൽമു നൽകി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഔന്നത്യം അല്ലാഹു തആല മലായികത്തിന് മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഔന്നത്യത്തിന്റെ ഏറ്റവും മനോഹരമായ അടയാളം അത് ഇൽമാണ്, അറിവാണ്, വിവരമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഇൽമു നൽകി ആദരിക്കുകയാണ്. ഉടനെ മലായികത്തിനെ വിളിച്ചുകൊണ്ട് അവരുടെ ജ്ഞാനം, അവരുടെ വിവരം അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മലായികത്ത് കൈമലർത്തി, റബ്ബേ ഞങ്ങൾക്കൊന്നും അറിയില്ല, നീ പഠിപ്പിച്ചു തന്ന, നീ ഞങ്ങൾക്ക് നൽകിയ ഇൽമല്ലാതെ ഞങ്ങളടുത്ത് യാതൊന്നുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് മലായികത്തിന് ആ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോ നമ്മൾ ആലോചിക്കുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല മകനെ നൽകി, മക്കളെ നൽകിക്കൊണ്ട് പിതാവിനെ ആദരിക്കണമെന്ന് പറഞ്ഞതിന് മുമ്പ്, ഒരു പിതൃത്വം സ്ഥാപിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഒരു ഗുരുത്വം സ്ഥാപിക്കുകയാണ്. അങ്ങനെ മലായികത്തിനോട് അല്ലാഹു തആല പറഞ്ഞു, ഫസ്ജുദൂ ലി ആദമ, നിങ്ങളുടെ ഉസ്താദിന് സുജൂദ് ചെയ്യണം, ആദരവിന്റെ സാഷ്ടാംഗം അർപ്പിക്കണം. എല്ലാവരും ഫസജദൂ, എല്ലാ മലായികത്തും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒഴികെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അബാ വസ്തക്ബറ, തടസ്സം നിന്നു, അനുസരിച്ചില്ല എന്ന് മാത്രമല്ല വസ്തക്ബറ, അഹങ്കരിക്കുകയും ചെയ്തു. തന്റെ ഗുരുവര്യന്റെ മുമ്പിൽ, തന്റെ ഉസ്താദിന്റെ മുമ്പിൽ അഹങ്കാരം പ്രകടിപ്പിച്ചപ്പോ, നന്ദികേട് കാണിച്ചപ്പോ, തിരസ്കാര സ്വഭാവത്തോടെ കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പിടിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അറിവ് കൊണ്ട് ആദരിക്കുമ്പോ അച്ചടക്കമുള്ള മലായികത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരുത്തുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. അദബുകേട് കാണിക്കുന്നവരെ എന്നും മുഖ്യധാരി അകറ്റി നിർത്തുക എന്നുള്ളത് അല്ലാഹുവിന്റെ ദീനിന്റെ സ്വഭാവമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കേണ്ടതുണ്ട്. ഇബ്ലീസിനെ പുറത്തുവിട്ടു. ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ ഞാൻ പൊയ്ക്കോളാം, പക്ഷേ ഇത്രയും കാലം ഞാൻ നിനക്ക് ഇബാദത്ത് എടുത്തിട്ടുണ്ട്, നിന്റെ ഇൽമ് കുറെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തിനുള്ളത് കൊണ്ടാ ഇതുവരെയുള്ള അക്കൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യണം, ഞാൻ ഇതുവരെ എടുത്തതിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിച്ചു, എന്താ വേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വേണം, ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിനെ മുഴുവനും എരപ്പാക്കണം, അവരെയൊക്കെ സ്വീപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സമ്മതം കൊടുത്തില്ല. മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകളെ ഒഴികെ. നമ്മൾ കാണേണ്ടത് ഭൗതികതയുടെ പണപണപ്പോ, അത്യാധുനിക സംവിധാനങ്ങളുടെ അതിന്റെ പ്രകടനപരതയോ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ അന്താളിച്ചു നിൽക്കേണ്ടതില്ല. അത് അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയല്ല. നമുക്കറിയാം ഇന്നിപ്പോ എവിടെ എത്തി. സമസ്തയിൽ നിന്നും പുറത്താക്കപ്പെട്ടവര്, അകറ്റി നിർത്തപ്പെടുന്നവരുടെ സ്ഥിതിവിശേഷം എന്താ നമ്മൾ പുതിയ സമൂഹത്തിൽ പഠിക്കേണ്ടതുണ്ട്. കളവ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെയും പൊതുസമൂഹത്തെയും പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭാഗം ഇപ്പൊ എവിടെത്തി? ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പോലും കല്ലുവച്ച കളവ് പറഞ്ഞുകൊണ്ട് ഇതാ ഇന്നും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആലോചിക്കണം, എവിടെ എത്തി? ഇവിടെ നാളെ മറ്റന്നാൾ ഒരു തറക്കല്ലിടൽ നടക്കാൻ പോവാണ്. ആലോചിക്കേണ്ടതുണ്ട്, എവിടെ എത്തി? വളരെ സ്വകാര്യമായിട്ടാണ്, അതിനെക്കുറിച്ചൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് വേറെന്തോ ഒരു യാത്രയെക്കുറിച്ച് വല്ലാത്ത ഇലക്ട്രിക് പബ്ലിസിറ്റി കാണുന്നുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് പബ്ലിസിറ്റി. ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നിവർന്നാ കുഴങ്ങി, ചെരിഞ്ഞെന്നാ കുഴങ്ങി, എവിടെങ്കിലും ബസ് സ്റ്റോപ്പ് കൊണ്ടുപോയി കടത്തിട്ടാൽ അയിമ എഴുതാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് വിപ്ലവം ഇങ്ങനെ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പോസ്റ്റിൽ എഴുതിയ 7 റുപ്യ കരാറാണത്രേ. ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിലേറെ അപകടം പിടിച്ചിരിക്കുന്നു. അതിന്റെ സ്ഥിതിവിശേഷം ഇത്തിരി പോന്ന 5ഉം 10ഉം വയസ്സുള്ള കുട്ടികളാണ്
കാന്തപുരത്തിന്റെ കേരള യാത്ര, സുനന്ദിനി കാലിത്തീറ്റ എന്നൊക്കെ ഇടുന്ന പോലെ യാതൊരു ഹുർമത്തും ആദരവും കാണിക്കാതെ ഒരു വലിയ ആലിമി പേരെഴുതി വെക്കുകയാണ്. ആലോചിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഞാൻ പറഞ്ഞു വരുന്നത്, വികൃതമാക്കപ്പെടുന്ന പണ്ഡിതന്മാരോടുള്ള ഹുർമത്ത് പൊതുസമൂഹത്തിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. അതുകൊണ്ട് വിഘടന വിദണ്ഡവാദങ്ങളുടെ കെണിയിൽ നിന്ന്, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമ്മുടേതാണ്. അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിക്കേണ്ടതുണ്ട്. മുടി എവിടെ എത്തി? അതുകൊണ്ട് അത് അവരെ മുടിപ്പിച്ചേ ഒടുങ്ങൂ, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇപ്പൊ അവര് പറയുന്നത് പൊതുവേദിയെ കുറിച്ചിട്ടൊന്നും മുടിയെക്കുറിച്ച് മിണ്ടരുതെന്നാണ്. മുടിയെക്കുറിച്ച് മിണ്ടിയാൽ അവനെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് അത്രേ അവസാനം കൊടുത്തത്. കാരണം നമ്മുടെ അലാക്കിന്റെ ഒരു കുളത്തിലിറങ്ങിയെന്ന് ഇതിന്ന് കയറാൻ പോലല്ല. അപ്പൊ അതുകൊണ്ട് പുതിയ പുകിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഉമ്മത്തിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ വിടില്ല ഞങ്ങൾ, യാതൊരു സംശയമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കള്ള പറഞ്ഞുകൊണ്ട്, വ്യാജവൃത്താന്തം പ്രചരിപ്പിച്ചുകൊണ്ട് പാരമ്പര്യത്തിന്റെ സകല ഗുണങ്ങളെയും അല്ലാഹുവിന്റെ ദീനിന്റെ തബറുക്കിനെ വികൃതമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവരെ പിടിച്ചു കെട്ടേണ്ട ബാധ്യത ഈ ഉമ്മത്തിനുണ്ട്, പണ്ഡിത സമൂഹത്തിനുണ്ട്. ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ തബറുക്കിന്റെ രീതി സ്വഭാവങ്ങളെ ഈ ഉമ്മത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചില വിധേയി കക്ഷികൾ രംഗത്ത് വരികയാണ്. അവിടുന്ന് ഇവിടുന്ന് അടർത്തിയെടുത്ത ചില ക്ലിപ്പിങ്ങൾ കാണിച്ചുകൊണ്ട് കണ്ടൂടെ തബറുക്കിനെ എതിർക്കുന്ന കൂട്ടര്, കണ്ടൂടെ വർക്കത്തിനെ എതിർക്കുന്ന കൂട്ടര്, അവർക്ക് എന്നെ ഇപ്പൊ വിശ്വാസമില്ലാതിരിക്കുന്നു. ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾക്ക് മഹത്വമുണ്ട്, ബർക്കത്തുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയല്ല നമ്മുടെ തർക്കമുള്ളത്. അത് ഒറിജിനൽ അല്ല, ഇത് ശുദ്ധ തട്ടിപ്പാണ്. മനുഷ്യന്മാർക്കാണ് തെറ്റൊക്കെ പറ്റും. പക്ഷേ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്തുക എന്ന് പറയുന്നത് ഒരു മാന്യതയുടെ അടയാളമാണ്. അതിനാണ് ഇന്നും നമ്മൾ കാത്തിരിക്കുന്നത്, കേരളീയ സമൂഹം കാത്തിരിക്കേണ്ടത്. ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ കള്ളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തനിനിറം തിരിച്ചറിയേണ്ട, അതിന്റെ നേർചിത്രം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഘടന വിദണ്ഡവാദങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സമുദായത്തെ വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും ചതിക്കുടിയിലേക്ക് തള്ളിയിടുന്ന ഈ പ്രവണതയും നാം നിയന്ത്രിക്കേണ്ടതുണ്ട്, സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ഉസാമയുടെ താടിയും താലിബാന്റെ തലപ്പാവും ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമായി ചില പ്രവണതകൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ ദീനുൽ ഇസ്ലാമിന് മോശകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അരുത് സഹോദര, അത്തരം അക്രമ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകരുത് എന്ന് അവരെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അക്രമത്തിന്റെ വഴി ഇത്തരമൊരു ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ മാർഗത്തിലേക്ക് പൊതുസമൂഹം കടന്നു പോകാൻ പാടില്ല. അവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഭീകരവാദം കൊണ്ട്, ഇത്തരം ഉഗ്രവാദങ്ങളെ കൊണ്ട് ലോകത്തെവിടെയാണ് ശാന്തി വതക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ചിന്തിക്കേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന കശ്മീരിന്റെ സ്ഥിതി എന്താണ്? പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. AK-47 സമുദായത്തിന്റെ നിലനിൽപ്പിന് പരിരക്ഷ എന്ന് പറഞ്ഞവർ അവസാനം എവിടെ എത്തി സഹോദരങ്ങളെ? അവിടെ 3% ലിറ്ററസി, സാക്ഷരത. കശ്മീരിലെ സ്ഥിതികളെ കുറിച്ച് ഈയിടെ പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, അല്ലാഹുവിനെ സുജൂദ് ചെയ്യാൻ, തഖ്വയിലധിഷ്ഠിതമായി സമാധാനത്തോടുകൂടെ ഒന്ന് അന്തിയുറങ്ങാൻ, ഇബാദത്ത് ചെയ്യാൻ അവസരം ലഭിക്കാതെ അവന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലും അക്രമ പ്രവർത്തനങ്ങൾ, ഒരിക്കലും അക്രമോത്സുകതയും ഈ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളും ഒരിക്കലും സമുദായത്തിന് ചേർന്നതല്ല, സമുദായത്തിന്റെ രക്ഷയ്ക്ക് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ആരെങ്കിലും കൈവെട്ടലോ, അതല്ലെങ്കിൽ പകരം വെട്ടലോ, അതല്ലെങ്കിൽ തലയെടുക്കലോ ഒരിക്കലും സമുദായത്തിന് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുവാനോ അഭിമാനത്തോടുകൂടെ നിലനിൽക്കാനോ ഉള്ള അവസരം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി തീർക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഭീകരവാദ ഉഗ്രവാദ വഴികളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുക നമ്മൾ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിദഅത്തിന്റെ തള്ളിക്കയറ്റത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക. രണ്ടാമത്തേത് വിഘടന വിദണ്ഡവാദങ്ങളിൽ നിന്ന്, അതോടൊപ്പം തന്നെ അക്രമോത്സുകതയുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഭീകരവാദത്തിന്റെ വഴികളിൽ നിന്ന്
സമൂഹത്തെ രക്ഷപ്പെടുത്തുക. ആലോചിക്കേണ്ടതുണ്ട്. പക്വതയോടുകൂടെ മതനേതൃത്വം, ആലിമ്യങ്ങള്, സാദാത്തുകള് ഈ ഉമ്മത്തിനെ നയിക്കുന്നത് കൊണ്ട് എത്ര കലാപത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്, എത്ര കലാപത്തിനാണ് രക്ഷപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ സമീപത്തുള്ള അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അതിന് ഗോപുരവാതിലിന് തീ കൊളുത്തപ്പെട്ടപ്പോ മലപ്പുറം ജില്ല ആകെ നശിക്കാൻ പോകുന്നു എന്ന മീഡിയകള് പൊട്ടിഘോഷിക്കുകയുണ്ടായല്ലോ. ആ സമയത്താണല്ലോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് അല്ലാഹു മർഖദ, അല്ലാഹു മഹാനുകളുടെ പരലോകത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, കടന്നു ചെന്നു. അവിടെയുള്ള ആളുകൾ, തടിച്ചുകൂടിയ ആളുകളൊക്കെ പേടിച്ചു പോയി. എന്താ സംഭവിക്കുക? മാത്രമല്ല, ഇത് ഉപ്പുകൂട്ടി ഇതിൽ മസാല ചേർത്തുകൊണ്ട് ഇവിടെ ചില ആളുകൾ ചിലതൊക്കെ നേടിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സമാധാനത്തിന്റെ ദൂതുമായി ബഹുമാനപ്പെട്ട തങ്ങൾ ചെന്നിട്ട് പറയുന്നു. അതിൽ ആദ്യമായി സങ്കടം രേഖപ്പെടുത്തുകയും മാത്രമല്ല, ആ വാതിൽ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആദ്യ സംഭാവന നൽകി അതിന് ഉപ്പുകൂട്ടിയവർ, അതിന് വലിയൊരു അഗ്നിഗോളമാക്കാൻ കാത്തിരുന്നവർക്ക് അത് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി. അന്നേ ദിവസം തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയുടെ മൂത്രച്ചാലിലേക്ക് മുസ്ഹഫ് കയറിയിടുകയുണ്ടായി. രണ്ടു പ്രവർത്തനാണ്. ഒരു ഭാഗത്ത് അമ്പലത്തിന്റെ വാതിലിന് തീ കൊളുത്തുക, മറുഭാഗത്ത് മൂത്രച്ചാലിലേക്ക് മുസ്ഹഫ് കയറിയിടുക. രണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? അവിടെ ഈ സമൂഹം അന്തസ്സോടുകൂടെ, പക്വതയോടുകൂടെ, ഔചിത്യബോധത്തോടുകൂടെ ഇടപെടുന്നതിന്റെ ഏറ്റവും നല്ല ഗുണഫലം നമ്മൾ അനുഭവിച്ചില്ലേ? മാത്രമല്ല, നേരമറിച്ച് നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി ആലോചിക്കുക. ഭീവണ്ടിക്കരുക്കടുത്തുള്ള ഒരു കലാപത്തിന് കാരണമായത് എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ പച്ചക്കറിക്കടയിലേക്ക് ഒരു പശു കയറി വന്നതാ. ഒരു മുസ്ലിമിന്റെ പച്ചക്കറിക്കടയിലേക്ക് ഒരു പശു കയറി വന്നു. അദ്ദേഹം ചിലന്തി വല തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിൽ പട്ടച്ചൂലുണ്ട്. ഈ വല തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മാറാല തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വിൽപ്പനക്ക് വെച്ച പച്ചക്കറി ഒരു പശു വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പട്ടച്ചൂലെടുത്തുകൊണ്ട് പശുവിനെ ഒന്ന് തല്ലി, പശുവെ ഒന്ന് ആട്ടിവിട്ടു. ആ സമയത്ത് കണ്ടു നിൽക്കുന്ന ഒരാളതിനെ പ്രചരിപ്പിച്ചത് അങ്ങനെയല്ല. നമ്മുടെ ദൈവത്തെ ഒരാളിതാ പട്ടച്ചൂല് കൊണ്ടടിച്ചിരിക്കുന്നു, ഒരു മുസ്ലിം പട്ടച്ചൂല് കൊണ്ടടിച്ചിരിക്കുന്നു, ദൈവത്തെ ഇകഴ്ത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞതോടുകൂടെ ചില ആളുകൾ വാളും ആയുധങ്ങൾ ഏന്തി കൊടുത്തും മുന്നോട്ട് വന്നു. മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നു. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ അത് കാരണമായെങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്. ഈ രണ്ട് വ്യത്യാസം കേരളീയ സമൂഹത്തിന് സമാധാനത്തിന്റെ കൈവടി കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഈ പണ്ഡിത നേതൃത്വത്തിന്റെ അവസരോചിതമായ ഇടപെടലിന്റെ സാധാത്തുക്കളുടെ പിന്നിൽ നടക്കാനുള്ള ഈ ഉമ്മത്തിന്റെ മനോവീര്യത്തിന്റെ നേട്ടമാണ്, യാതൊരു സംശയവുമില്ല. നേരെമറിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് നോക്കുക, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നോക്കുക, അവിടെയൊന്നും ഈ ചൈതന്യം നമുക്ക് കാണുന്നില്ല. ഒട്ടനവധി മുസ്ലിമുകളുണ്ട്, ഇസ്ലാമികമായ വൈകാരികമായ ഒരു ആവേശം അവർക്കൊക്കെ ഉണ്ട്. പകരം പ്രാഥമികമായി അവർ ഉൾക്കൊള്ളേണ്ട ഇസ്ലാമിന്റെ അന്തസ്സത്ത അവരുടെ ഉള്ളിലില്ല. ഞാൻ ഓർക്കുകയാണ്, സമുദായം എന്ന് പറയുന്ന ഒരു പൊതുവായ ഒരു വീര്യവും ബോധം അവർക്കുണ്ട്. ഇപ്പോ എന്റെ അനുഭവം തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി മുഹർ നമസ്കാര ജമാഅത്തിൽ ഏതാനും ചെറുപ്പക്കാർ വന്നു. അവരുടെ കയ്യിൽ നല്ല കമ്പിളിപ്പുതപ്പിന്റെ ഒരു നല്ല കെട്ടുണ്ട്. അവർ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവർ ഡൽഹിയിൽ JNUവിൽ പഠിക്കുന്ന ഏതാനും റിസർച്ചിന് അവരുടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന 4 വിദ്യാർത്ഥികളാണ്. മുഹർ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്ന് പള്ളിയിലെത്തിയതാണ്. ആ സമയത്ത് അകത്തെ പള്ളിയുടെ നടുവിൽ ഒരു 4 തൊപ്പിയുണ്ട്. കൂട്ടത്തിലൊരുത്തൻ നമ്മളവിടെ രീതി അനുസരിച്ച് കൊണ്ട് ഈ തൊപ്പി കാലുകൊണ്ടൊന്ന് തട്ടി ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടാണ് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ 4 പേര് പള്ളിയിലേക്ക് എത്തിയത്. ആ സമയത്ത് ഇവരെന്നോട് വളരെ ക്ഷുഭിതരായിക്കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തും ലോഗ് ക്യാ കർ രഹേ, എന്തു പണിയാടോ നിങ്ങൾ കാണിക്കുന്നത്? തൊപ്പി മുസൽമാൻകാ ഇസ്സത്തെ, തൊപ്പി മുസ്ലിമിന്റെ ഇസ്സത്താണ്, അത് കാലുകൊണ്ട് തട്ട്, എന്താ നിങ്ങൾ? ഞാൻ അവരോട് പറഞ്ഞു, ചോട് ദോ ഭായ്, ഒഴിവാക്കി വിട്ടേക്ക്, അവർ അക്കൽമന്ത്, അവർ ബുദ്ധിയില്ലാത്തവരാണ്, വിട്ടേക്ക്. എന്നോട് പറഞ്ഞു, അല്ല ഒരിക്കലും അല്ല, അവർ അക്കൽ മന്ദിരെ അക്കൽ ബന്ദ്, അവരുടെ ബുദ്ധി അവർ കെട്ടിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരെ വിട്ടേക്കാൻ പറ്റൂല. ഞങ്ങൾ ഡൽഹിയിലാണ് ആ രംഗം കാണണമെങ്കിൽ ലോകം വാർത്തയെ ഞങ്ങൾ അടിച്ചവനെ ശരിയാക്കുമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സുബൈ എവിടുന്നാണ് നിസ്കരിച്ചത്? അവർ പറഞ്ഞു, സുബൈനെ ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, സുബൈ നിസ്കരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ ഈശ എവിടുന്നാണ് നിസ്കരിച്ചത്? അവർ പറഞ്ഞു, ഇന്നലെ ഈശ നിസ്കരിച്ചിട്ടില്ല, ഞങ്ങൾ ഒരാഴ്ചയായി ഡൽഹിയിൽ നിന്ന് പോന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പള്ളി കയറുന്നത്, ഒരാഴ്ചയായിട്ട് അവർ നിസ്കരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറിയപ്പോ കാലുകൊണ്ട് ഒരാൾ തൊപ്പി മാറ്റിയിട്ടപ്പോ അവരുടെ ഉള്ളിൽ വൈകാരിക ഇസ്ലാം അണപൊട്ടി ഒഴുകി. ആലോചിക്കേണ്ടതുണ്ട്. ഇതാ നോർത്ത് ഇന്ത്യൻസിന്റെ വിവരമുള്ള ആളുകളുടെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്.
പകരം നമ്മുടെ സ്ഥിതി ആലോചിക്കണം സഹോദരങ്ങളെ. പിഞ്ചുമക്കൾക്ക് 5 വയസ്സായാൽ അവനെ മദ്രസയിലെത്തിക്കുവാനും ദീനിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അറബിക് കോളേജുകൾ, പള്ളി ദർസുകൾ, മനോഹരമായ സംവിധാനങ്ങൾ ഒരുക്കി ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, യൂണിവേഴ്സിറ്റിയോളം ഉയർന്നിൽക്കുന്ന മതപാഠശാലകളുടെ പ്രവർത്തന പ്രക്രിയകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ സാംസ്കാരികമായ ഒരു അവബോധം, ഒരു ഔന്നിത്യം നമുക്ക് നേടിത്തന്നത് പുണ്യസമസ്തയാണ്. അതിന് ആരൊക്കെ എട്ടുകാലി മമ്മൂഞ്ഞികളായി കടന്നു വന്നാലും ഈ സമസ്തയുടെ ഗുണഫലം തന്നെയാണ് നാം അനുഭവിക്കുന്നത്, യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് സമുദായത്തിന്റെ ഉത്തരവാദിത്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നത് വിഘടന വിദണ്ഡവാദങ്ങളിൽ നിന്ന്. അതോടൊപ്പം തന്നെ അടിവരയിട്ടുകൊണ്ട് പറയാം, ഭീകരവാദത്തിന്റെ ഈ ഉഗ്രവാദത്തിന്റെ കൈവഴികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മൂന്നാമത്തത് അധാർമികതയുടെ വേലിയേറ്റത്തിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എവിടെ എത്തി സഹോദരങ്ങളെ നമ്മുടെ ഇസ്ലാം? എവിടെ എത്തിയിരിക്കും നമ്മുടെ സമൂഹം? നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഫാഷൻ പ്രവണതയുടെ ഭാഗമായി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾക്ക് നമ്മുടെ ജീവിതം പതിച്ചു നൽകിയ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, എവിടെ എത്തി നമ്മുടെ ജീവിതത്തിന്റെ പൊതുസമൂഹത്തിന്റെ സ്ഥിതിവിശേഷം, അവരുടെ സംസ്കാരം എവിടെ എത്തിപ്പോയിരിക്കുന്നു? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. 4 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിക്ക് 10 വയസ്സുള്ള തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ അരികത്തിലൂടെ ഭയപ്പാടില്ലാതെ നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. 10 വയസ്സുകാരനാണ് 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന് കുളത്തിൽ തള്ളുന്നത് പത്രങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. ഇന്നത്തെ പത്രവും എടുത്ത് പരിശോധിച്ചു നോക്കുക. നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നു, സ്വന്തം പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ കോടതി വരാന്തയിൽ അഭയം പ്രാപിക്കുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന നാടായി നമ്മുടെ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം പിതാവിനെ പേടിയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള എന്റെ സ്നേഹിതൻ മഞ്ചേരിയിൽ എന്നോട് പറയുകയുണ്ടായി, സാധേ നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ഞാൻ ഒരിക്കൽ പകൽ അർദ്ധരാത്രി ഞാൻ മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ അരികത്തിലൂടെ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി വരുന്നത്. ഞങ്ങൾ പിഴച്ച കുട്ടിയായിരിക്കുമെന്ന് വിചാരിച്ചു. ആ കുട്ടി ഞങ്ങളുടെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. ആ സമയത്ത് പറയുന്നു, ആരാണ് മോളെ നീ, എവിടെന്നാ വരുന്നത്? അവര് പറയുന്നു, ആ കുട്ടി 10 കിലോമീറ്റർ അകലെന്നാണ് ഓടി വരുന്നത്, അർദ്ധരാത്രി പിന്നിട്ടിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത്, എന്റെ പിതാവിന്റെ പുറകിലുണ്ട്, എന്നെ നശിപ്പിക്കാൻ എന്റെ പിതാവിന്റെ പുറകിലുണ്ട്, ആ കശ്മീരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന, ഞാൻ പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന രീതിയിലേക്ക്, നേരം പോക്കിലുള്ള വ്യവസായമായി ലൈംഗികത വിറ്റഴിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിന്റെയും അതേപോലെ തന്നെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ കൃത്യമായ പ്രതിഫലനത്തെ തുടർന്നുകൊണ്ട് മനുഷ്യനിത ഒരു കാമയന്ത്രമായി അക്ഷരാർത്ഥത്തിൽ അതിനുള്ള സകല മൂക്കുകയറും അറ്റുപോയ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫാഷൻ ഭ്രമം നമ്മുടെ സമൂഹത്തെ എവിടെ എത്തിയിരിക്കുന്നു? നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികളുടെ താടി എവിടെ എത്തിയിരിക്കുന്നു? കുട്ടിയുടെ താടി ഇപ്പൊ കുറച്ചും ഉണ്ടായിരുന്നു, ഇങ്ങനെ എറുമ്പ് വരിയിട്ട മാതിരി ഒരു താടി ഇങ്ങനെ. എന്നിട്ട് ഗ്രാമഫോണിന്റെ കണക്ടർമാർ ചുണ്ടുമൊക്കെ ഒരു വടിയും വെച്ചുകൊടുക്കുക. നല്ല ഭംഗിയുള്ള മോന്തായിരിക്കും, പക്ഷെ കണ്ണാടിക്ക് നോക്കിയാൽ നമുക്ക് ആകെ ഒരു പരിഹാസം തോന്നിപ്പോകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു താടി കണ്ടു ഞാൻ. ഇപ്പൊ കളയിൽ നിൽക്കുമ്പോണ്ട് ഒരുത്ത നല്ല മനോഹരമായ താടി, പക്ഷെ ഇവിടെ അങ്ങ് ചരണ്ടിയിട്ടുണ്ട്. അവന്റെ മോന്തമക്കാൻ നോക്കി ഒരു അടിവസ്ത്രം തോരട്ട പോലെ ഉണ്ട്. ഒരു ജാതി എരപ്പൻ കോലങ്ങള് ഫാഷന്റെ പേരിൽ നമ്മൾ കൊണ്ടുനടക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ മുടി ഇവിടെ ഇളനീ വെട്ടിയ പോലെ ഇവിടെ അങ്ങ് ചെത്തുക. എന്നിട്ട് ആ കുട്ടികൾ മുന്നോട്ട് പോവുക. മുതിർന്നവരിഞ്ഞ് അവിടെ ഇവിടെയും കണ്ടിട്ടാണെന്ന് വിചാരിക്കുക. 1.5 വയസ്സുള്ള കുട്ടിയെ ബാർബറെ മുമ്പിൽ ഇരുത്തിയിട്ട് ഉമ്മ പറയാ, അപ്പാച്ചി ആയിക്കോട്ടെ, അപ്പാച്ചിയാക്കുക. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാം ഹറാം എന്ന് നെസ്റ്റം നൽകി പഠിപ്പിച്ച ഈ ശീലം ഏത് ഫാഷന്റെ പേര് പറഞ്ഞ അണ്ണാക്ക് തൊടാതെ വിടുങ്ങാൻ ഈ ഉമ്മത്ത് ആവേശം കാണിക്കുന്നത് ആലോചിക്കേണ്ടതുണ്ട്. ഫിലിം സ്റ്റാറുകള് അയ്യാലപ്പോഴൻ ബോംബെയിൽ നിന്ന് ഒരു ഖാൻ ഈയുടെ ഒരു തുണിഷാപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി കൊച്ചിയിലെത്തി. അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് തൊടാൻ വേണ്ടിയിട്ട് തിക്കിലും തിരക്കും വിട്ട് 65 വയസ്സായ 3 കാരണവന്മാരെ കൈയൊടിഞ്ഞു അത്രേ. മരിക്കണീന്റെ ഇടക്ക് ആ ഖാനൊന്ന് തൊട്ടിട്ടാണ് ഷഹീദായാലും വേണ്ടില്ല എന്ന രീതിയിലേക്ക് സമൂഹത്തി. ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടുകാരാണ് വലിയ മോശക്കാര്, കാരണം മുഖ്യമന്ത്രിയാകണം മുഴുവൻ സിനിമാ നടിമാര്, അവരാണ് വലിയ മോശക്കാര്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 96-ലാണെന്ന് എന്റെ ഓർമ്മ. കുസു എന്ന് പറയുന്ന ഒരു തമിഴ് നടി ചെന്നൈയിൽ ഒരു കുളത്ത് കുളിക്കാൻ വന്നിരുന്നു. അങ്ങനെ ആളുകൾ ഖുശ്ബുവിന്റെ കുളിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ കൂടി. അങ്ങനെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ കൂടി. ഖുശ്ബു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇതിന്റെ സെറ്റും യൂണിറ്റും ഒക്കെ അവിടുന്ന് പോയി. പിന്നെയാണ് വാർത്ത നടക്കുന്നത്. 2 മണിക്കൂർ സമയം കൊണ്ട് 1000 കണക്കിന് ലിറ്റർ വെള്ളമുള്ള ആ കുളത്തിലെ വെള്ളം മുഴുവനും അവിടെയുള്ള ആളുകൾ മുക്കിക്കൊണ്ടുപോയി. എത്ര
കാരണം ഖുശ്ബു കടവുളാണ്. കടവുളിന്റെ വർക്കത്തുള്ള വെള്ളം ഒരു കൊടങ്ങി ഒരു മുറുക്കെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ നേട്ടമായിട്ട് അവർ കണ്ടു. ഖുശ്ബുവിന്റെ പേരിൽ അമ്പലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. ഇത് കൊളാശ് ഒരു പത്രക്കട്ടിക്ക് ഞാൻ എടുത്തു വെച്ചിരുന്നു. കാരണം ചിലയിടത്തൊക്കെ പറയാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും മലപ്പുറം ജില്ലയിലൊന്നും ഇത് പറയാൻ യാതൊരു സ്കോപ്പും ഇല്ലാണ്ട് പോവാ. കാരണം ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് മമ്മൂട്ടി ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വരുന്നു. പത്രത്തിൽ പരസ്യം എന്താ? ലക്ഷക്കണക്കിന് ആളുകൾ തിരഞ്ഞെടുക്കുന്ന 10 ഭാഗ്യവാന്മാർക്ക് മമ്മൂട്ടിയോടൊപ്പം ലഞ്ച്. അഥവാ മമ്മൂട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഉള്ള ചോറാണ് അകത്താക്കിയാൽ ദഖലൽ ജന്ന, ഓനാണ് കഴിച്ചിലായി എന്നുള്ളടത്ത് കൗമത്താണ്. അതിനുവേണ്ടി തിക്കും തിരക്കും കൂടി 10,000 ആളുകൾ കോഴിക്കോടിലെ പ്രമുഖമായ 3 റോഡ് ബ്ലോക്കാക്കി. എന്നിട്ട് 10 ആളുകൾക്ക് അതിനുള്ള സൗഭാഗ്യം കിട്ടി. ഇനി പോട്ടെ, മമ്മൂട്ടിയാണെങ്കിലും ഷാറൂഖ് ഖാനാണെങ്കിലും ഇച്ചിരി കാണാൻ ചെയ്യില്ല മനുഷ്യന്മാരാ. നേരെ മറിച്ച് എന്റെ നാടിന്റെ അടുത്ത് നിലമ്പൂരങ്ങാടിയിലെ ഇലക്ട്രോണിക് കടന്റെ ഉദ്ഘാടനത്തിന് മാമുക്കോയ വന്നു. ഞാൻ വിചാരിച്ചു ഈ കൗമിന് ഇതിനെ കാണാൻ നാള് വരൂല എന്ന്. ഒരു ദിവസം കണ്ണാടി എടുത്തിട്ട് എന്റെ മോൻ തന്നെ ഞാനൊന്ന് നോക്കി. എന്തായാലും കോയനെക്കാട്ടിലും മെച്ചാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. ഏതായിരുന്നാലും ഞാനിതിനാളെ കിട്ടൂല എന്നാ വിചാരിച്ചത്. മാമുക്കോയ വന്നു, മോശല്ല. 10,000 പങ്കെടുത്തത് കോയന്റെ ഡയലോഗ് കേൾക്കാൻ. കാണാൻ എന്ത് ചെയ്യാനുള്ളത്? ചരകന്മാര് മുമ്പ് വന്ന 2 പല്ലു ഈ കോലം വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് കാണാൻ കൗമത്താണ്. ഫിലിം സ്റ്റാറുകളെ ഇഞ്ചോടിഞ്ച് അവരാണ്. അവര് മുടിപട ദീപാക്കി വെട്ടിയാൽ നമ്മളെ കൗമ അങ്ങനെ. മലപ്പുറം കുഞ്ഞാപ്പ്, റൊണാൾഡോ കുഞ്ഞാപ്പു പത്രത്തിൽ നിങ്ങൾ കാണുക. എന്നിട്ട് കുറെ അയവാമാര് അങ്ങനെ മുന്നോട്ട് പോവുക. സ്പോർട്സ് ജ്വരം, സ്പോർട്സ് വേണ്ടെന്നല്ല, സ്പോർട്സ് ഭ്രാന്തായി മാറുന്നു. അവിടേക്ക് നമ്മൾ എത്തുകയാണ്. ആലോചിക്കണം, ലെബനാനിൽ മംഗോളികൾ കൈയടക്കാൻ ചെല്ലുമ്പോ 11 കപ്പൽ തീരത്തണഞ്ഞപ്പോ അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഈ 11 കപ്പലിലും ആയുധമായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചത്. ചരിത്രം പറയുന്നു 3 കപ്പലിലെ ആയുധമുണ്ടായിരുന്നുള്ളൂ. ലെബനാനിലെ മുസ്ലിമീങ്ങളെ തകർക്കാൻ ഏറ്റവും നല്ല മാർഗം മറ്റൊന്നുമല്ല, ആയുധങ്ങളെക്കാളും സ്പോർട്സ് ഉപകരണങ്ങളും അഭിസാരികമായ സ്ത്രീകളും ഫാഷൻ വസ്ത്രങ്ങളും മദ്യത്തിന്റെ കൂറ്റൻ വീപ്പകളുമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ വീപ്പക്കുറ്റികള് മദ്യവും മയക്കുമരുന്നുമാണ്. ആലോചിക്കണം, സ്പാനിഷിന്റെ തെരുവീതികളിൽ 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അക്രമികൾ സ്പെയിൻ തകർക്കുന്നത് ബോംബും പീരങ്കിയും ഉപയോഗിച്ചിട്ടല്ല, ടോമഹോക്ക് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല, ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടുകൊണ്ടല്ല. പകരം താടിയും തലപ്പാവും ധരിച്ചിരിക്കുന്ന മുസ്ലിമിന് അവര് ടീഷർട്ടും ബനിയനും അതേപോലെ ട്രൗസറും ഇട്ടുകൊടുത്തുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ തണ്ടാൻ വിട്ടു. ഒരു മഹലിൽ 5 ഖാദിമാരെയൊക്കെ അവർ പ്രദർശിപ്പിച്ചു. നല്ല ചരിത്രം. അങ്ങനെ സമുദായത്തിന്റെ അകത്ത് ശൈഥില്യത്തിന്റെ വിത്തുപാകുകയും ഫാഷൻ ഭ്രമത്തിന് ഇരകളായി പോവുകയും ചെയ്തപ്പോ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്താ? മുടങ്ങിയിരുന്ന പള്ളി മിനാരങ്ങളും മ്യൂസിയങ്ങളായി തരം താഴ്ത്തപ്പെട്ടു, ലൈബ്രറികളായി മാറ്റപ്പെട്ടു, തെരുവുവാണിമങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറ്റപ്പെട്ടു. ഈ രീതിയിലേക്ക് സ്പെയിൻ തകർന്നു പോയത് ശത്രുക്കളുടെ അതിശക്തമായ അക്രമോത്സുകത കൊണ്ടല്ല. ഈ ഉമ്മത്ത് ഇന്ന് നശിക്കാൻ പോകുന്നത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ സമുദായത്തിനും അള്ളാഹുവിന്റെ പരീക്ഷണമുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം പണമാണ്, സൗകര്യങ്ങളാണ്, സംവിധാനങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒട്ടനവധി നിഅമത്തുകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയപ്പോ റബ്ബിനെ മറന്നു മുന്നോട്ട് പോവുകയാണ്, ഫാഷൻ ഭ്രമത്തിന്റെ പേര് പറഞ്ഞു. അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഭൗതിക പ്രമത്തരായി പൊതുസമൂഹം മുന്നോട്ട് പോകുന്നതിന്റെ അപകടമേറെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സത്യസാക്ഷികളാവുക എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മഹത്തായ സമ്മേളനം നടക്കുമ്പോ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഈ സമ്മേളനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം ധാർമ്മികതയിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ധാർമ്മിക മൂല്യമുള്ള ഒരു സമൂഹത്തെ പണിതീർക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തു ചെയ്യാൻ പറ്റും? മതപാഠശാലകളിലേക്ക് നമ്മൾ കണ്ണുവെക്കേണ്ടതുണ്ട്. മദ്രസകളിതാ നമുക്ക് 10,000-ഓളം മദ്രസ പറഞ്ഞുകൊണ്ട് നമ്മൾ മനോഹരമായ അഭിമാനം കൊള്ളുമ്പോഴും മിക്ക മദ്രസകളുടെയും സ്ഥിതിവിശേഷം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. കണ്ണൂർ ജില്ലയിലെ ഇവിടെ മദ്രസയുടെ 50-ാം വാർഷികത്തിന് പ്രസംഗിക്കാൻ ഈ വിനീതം പോയി. ഇവിടെ ചെന്നപ്പോൾ ഉസ്താദുമാരും കമ്മിറ്റിക്കാരും പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ പൈസയൊന്നും വേണ്ട, മദ്രസക്ക് പൈസയൊന്നും വേണ്ട, പഴയ ആളുകൾ വഖഫ് ചെയ്തതിന്റെ കുറെ സമ്പത്ത് അവിടെ ഉണ്ട്, നിങ്ങൾ മദ്രസയ്ക്ക് 10 കുട്ടികളെ വിടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വയല് പറയണം. ഞാൻ ചോദിച്ചു 10ാം ക്ലാസ്സിൽ എത്ര കുട്ടിയാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 22 കുട്ടിയാണ്. അൽഹംദുലില്ലാ, നമ്മളോടൊന്നും അത്രയൊന്നുമില്ല, ഇനിയിപ്പോ എന്തിനാ എന്റെ വയല് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളെന്താ 1ാം ക്ലാസ്സിന്റെ ചോദിക്കാത്ത ചോദിച്ചു. ഞാൻ ചോദിച്ചു 1ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അവർ പറഞ്ഞു 2 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി പാർട്ട് ടൈമാണ്, ശനിയാഴ്ച ഞായറാഴ്ച വരുള്ളൂ.
മറ്റേ കുട്ടീനെ അടുത്ത ഉസ്താദിനോട് പറയും, ഉസ്താദ് നാളെ വരണ്ട അറിയും. കാരണം ഓന് ഒഴിവില്ല. ഓന് സൗകര്യത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ 1ാം ക്ലാസ്സിൽ ഒരു ഉസ്താദ്, ഒരൊറ്റ കുട്ടി. 50ാം വാർഷികം ആഘോഷിക്കുന്ന മദ്രസന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിലേക്ക് സമൂഹം ഇതാ മതപാഠശാലകളിൽ നിന്നും പുറംതിരിയുകയാണ്. മാത്രമല്ല, വളരെ അൽഹംദുലില്ലാ വളരെ മനോഹരമായ ചൈതന്യം ഉച്ചി നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ചമാട് ദാറുൽ ഹുദ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ നമ്മുടെ സമീപത്ത് വളരെ മനോഹരമായ പള്ളി ദർസ്, ഒരുപാട് ആലിമീങ്ങൾ സംഭാവന ചെയ്ത മർഹൂം ഫരീദ് ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോകത്തെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആലോചിക്കണം, ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ആലിമീങ്ങളെ പടച്ചുവിടാൻ കഴിഞ്ഞ, സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ മഹാനായ ആലിമ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവരുടെ പരലോകത്തെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ നമ്മയും അല്ലാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആലോചിക്കേണ്ടതുണ്ട്. ചെമ്മാടെന്ന് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ദീനീ രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത് ഒരു വല്ലാത്ത കുളിര് മുഅ്മിന്റെ ഉള്ളിലേക്ക് സമ്മാനിക്കുകയാണ്. നേരെ മറിച്ച് നമ്മുടെ പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് നോക്കുക, പല സ്ഥലങ്ങളുടെയും സ്ഥിതിവിശേഷം വളരെ കട്ടാണ്. വലിയ പാരമ്പര്യമുള്ള ദർസിൽ നിന്ന് പല പ്രദേശങ്ങളിലും ദർസില്ല. മിക്കയിടത്ത് നിലനിൽക്കുന്നത് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടാൻ ഒരു ഹോസ്റ്റൽ സംവിധാനം പോലെ നിലനിൽക്കുന്ന രീതിയാണ്. അതെങ്കിൽ അത് നിലനിർത്താനുള്ള ശ്രമം നമ്മൾ കഴിവിന്റെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഈ രംഗത്തേക്ക് വിദ്യാർത്ഥികളെ, മതവിദ്യാഭ്യാസം നേടിയെടുക്കുന്ന കുട്ടികളെ ആ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും അതിനുള്ള ശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത് പഠിപ്പിക്കാനുള്ള രക്ഷിതാക്കളുടെ താല്പര്യം. മൂന്നാമത്തത് സമൂഹം ഈ വിഭാഗത്തെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഉമ്മത്തിന് സംസ്കാരം ഉണ്ടാവണം, ധാർമ്മിക ബോധം ഉണ്ടാവണം. നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം ഫലമില്ല. ഈ രീതിയിലേക്ക് സമൂഹത്തിന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് അതിസുലമായ സേവനമനുഷ്ഠിക്കുന്ന ആളുകളെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധാർമികതയുടെ തള്ളിക്കയറ്റത്തെ കൃത്യമായും നമ്മൾ നിയന്ത്രിക്കുന്നതോടൊപ്പം ധാർമ്മികതയുടെ സംരക്ഷണത്തിന് വേണ്ടി മതവിദ്യാഭ്യാസ രംഗത്ത് ഏറെ ശ്രദ്ധയോടുകൂടെ ആ വിഭാഗത്തെ ആ രംഗത്ത് സമീപിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമം നമ്മൾക്ക് നടത്തേണ്ടതുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അവസാനമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ രാജ്യം, നമ്മുടെ ജില്ലയും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളും കള്ളും കറുപ്പും കഞ്ചാവിന്റെയും ബങ്കും ബ്രൗൺ ഷുഗറും ജോയ് പൗഡറും സാക്ഷയ പാക്കറ്റുകൾ ലഭ്യമാകുന്ന പാൻ മസാലകൾ, എന്തിനേറെ പറയണം, ക്യാമ്പസിനരികത്തുള്ള മിഠായിക്കടയിൽ നിന്ന് ലഭിക്കുന്ന മിഠായികളും ഐസ്ക്രീമും എന്നുവേണ്ട അതിനപ്പുറത്തുള്ള എഴുതിയതും വായിക്കാൻ ഉപയോഗിക്കുന്ന ഇറൈസറുകളിൽ പോലും ലഹരിയുടെ അംശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലക്രമത്തിലൂടെയാണ് പൊതുസമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ മദ്യമയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള അതിശക്തമായ ഒരു ജാഗ്രത ഈ പണ്ഡിതന്മാരുടെ ഈ ഉമ്മത്തിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാന്യരായ ജാഥാങ്ങൾ നഗറിലേക്ക് കടന്നു വരും. ആരും പുറത്തു പോകരുത്. വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വളരെ ശ്രദ്ധയോടുകൂടെ ഈ അധാർമികതയുടെ തള്ളിക്കയറ്റത്തെ നമ്മൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം. ഈ 3 കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഈ പുണ്യസമസ്തയെ നെഞ്ചേറ്റുകയും അതിന് തീർച്ചയായും ഇതിന് പ്രവർത്തിക്കാൻ അനുഗുണമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സമസ്തയുടെ കഴിഞ്ഞകാല സമ്മേളനങ്ങളൊക്കെ പരിശോധിക്കുക. ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫറൂഖ് സമ്മേളനം ആലോചിക്കുക. സമസ്തയുടെ 6ാം വാർഷിക മഹാസമ്മേളനം ഫറൂഖിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ഫറൂഖ് സമ്മേളനത്തിൽ 15 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, എല്ലാ പള്ളിയുടെ മഹല്ല് കമ്മിറ്റികളോടും ബഹുമാനപ്പെട്ട സമസ്ത ആവശ്യപ്പെട്ടു, നിങ്ങൾ പള്ളി ദർസുകൾ ആരംഭിക്കണം. കേരളത്തിൽ അതേ തുടർന്നുകൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഒട്ടനവധി പള്ളി ദർസുകൾ ഉണ്ടായി. ആ ദർസുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ ഈ സ്റ്റേജിലിരിക്കുന്ന, സദസ്സിലിരിക്കുന്ന ഒട്ടനവധി ആലിമ്യങ്ങള് കേരളത്തിന്, ഈ സമുദായത്തിന് ലഭ്യമായത് യാതൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഓരോ സമ്മേളനവും ഓരോ പ്രവർത്തനങ്ങളും തീർച്ചയായും സമുദായത്തിന്റെ നവോത്ഥാന വഴിയിൽ വലിയ മാറ്റങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇനിയും ഇതാ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഈ വിദഅത്തിന്റെ വലക്കണ്ണികളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ, അധാർമികതയുടെ തള്ളിക്കയറ്റത്തിൽ നിന്ന് സമുദായത്തെ രക്ഷപ്പെടുത്താൻ, അതോടൊപ്പം തന്നെ വിഘടന വിദണ്ഡവാദങ്ങളുടെ ചതിക്കുടികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തു സൂക്ഷിക്കാൻ തീർച്ചയായും പ്രതിജ്ഞാബദ്ധമായ ഒരു പുത്തൻ തലമുറ
കടന്നു വരേണ്ടതുണ്ട്. അത് കടന്നു വന്നാൽ തീർച്ചയായും അതിനേറെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സന്ദേശ പ്രയാണ യാത്ര ഏതൊക്കെ വീതികളിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നോ, ഹൃദയമിതാ ഓരോരുത്തരും ഹൃദയത്തിന്റെ കൈത്തലം നിവർത്തി നമ്മെ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ടി.എം. കോട്ടുമന ടി.എം. ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സന്ദേശ പ്രയാണം ഇതൊരു ചരിത്ര സംഭവമാക്കുന്നതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന പുണ്യസമസ്തയുടെ 85ാം വാർഷിക മഹാസമ്മേളനം കേരള ചരിത്രത്തിലെ ഒരു നിസ്തുല സംഭവമാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും നിതാന്തമായ പ്രവർത്തനവും സക്രിയ സാന്നിധ്യവും വളരെ വിനയപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് വരാനിരിക്കുന്ന 23, 24, 25, 26 തീയതികളിൽ കൂരിയാട് നടക്കുന്ന ആ സമ്മേളന പരിപാടി എല്ലാ അർത്ഥത്തിലും വൻ വിജയകരമാക്കുന്നതിൽ ഇന്നു മുതൽ നിങ്ങൾ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്കും യാഥാംഗങ്ങൾക്കും നമ്മുടെ നഗരിലേക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തി റോഡിൽ നിന്ന് ആളുകൾ മാറി നിൽക്കണം. മറ്റു വാഹനങ്ങൾക്ക് പ്രയാസം വരുത്താത്ത രൂപത്തിൽ ഈ കാര്യത്തെ ക്രമീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കണം. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ഇങ്ങോട്ട് വരിക, കുഴപ്പമില്ല, ഇങ്ങോട്ട് സദസ്സിലേക്കാണ് അവർ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ ഒരു സാലിഹ് അമലായി നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർത്ഥത്തിലും ഏറെ അനുഗുണമായ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പോഷകഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുഗുണമാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. വിദഅത്തുകാരൻ്റെതാവട്ടെ, ഈ വിഘടനവാദികളുടേതാവട്ടെ, അതല്ലെങ്കിൽ മറ്റ് ഏതൊക്കെ വിഭാഗങ്ങളാവട്ടെ, അവർക്ക് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാതെ അവരുടെ പ്രവർത്തന പ്രക്രിയകളിൽ പലപ്പോഴും നിലനിൽപ്പിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ നിന്ന് നമുക്കിതാ ആദ്യം ഏത് രീതിയിൽ നമ്മുടെ ആലിമ്യങ്ങൾ നമ്മെ നയിച്ചോ, നമുക്ക് എന്തൊക്കെ വഴികൾ, എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നോ, അതൊക്കെ വളരെ സത്യസന്ധമായി നിലനിൽക്കുവാനും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും കാലം ഇത്രയുമായി നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഇതൊരു മഹത്തായ പാതയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കള്, ആരിഫ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരായിരുന്നു സഹോദരങ്ങളെ? അവര് മഹാനായ മർഹൂം ശംസുൽ ഉലമ നഫറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട മർഹൂം ഉസ്താദ് കെ.ടി. മാനം മുസ്ലിയാർ നഫറല്ലാഹു മർഖദ, അവരൊക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ ഈ പുണ്യസമസ്തയെ മുന്നോട്ട് പോകാൻ നാം പ്രതിജ്ഞാബദ്ധരാവേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 3 ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പുണ്യദീനിന്റെ യഥാർത്ഥ ദീനിന്റെ രൂപവും ഭാവവും സംരക്ഷിച്ചു നിൽക്കാൻ, ഈ ഉമ്മത്തിന് ദിശാബോധം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഈ സമുദായത്തിന്റെ അടിവേരറുത്തവരാണ്. നിലനിൽപ്പിന് ആവശ്യമാകുന്ന അടിവേരറുത്തുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു ചെറിയ കാറ്റിൽ ആടിയുലയാൻ മാത്രമായി ഈ ഉമ്മത്തിനെ തകർക്കാൻ ശ്രമിച്ചവരാണ്. യാതൊരു സന്ദേഹവും വേണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നിതാ ബഹുമാനപ്പെട്ട സമസ്ത കേരളീയ മുസ്ലിം ഉമ്മ, മലയാളി മുസ്ലിം ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ അവിടങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ചിത്രവും ചരിത്രവും പകർന്നു കൊടുക്കാൻ ഉതകുന്ന രൂപത്തിൽ ഇതാ ഒരു പണ്ഡിത പടയണി ഇന്നും ബഹുമാനപ്പെട്ട സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 23-ന് കന്യാകുമാരിയുടെ കുളച്ചിൽ നിന്നുകൊണ്ട് ഇതാ കൈമാറിയ പതാക ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ പകർന്നു കൊടുത്ത ഈ സമസ്തയുടെ പുണ്യ പതാക ഏറ്റെടുത്തുകൊണ്ട് ശൈഖുന കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കന്മാർക്ക്, നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ സാദാത്യങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശ പ്രയാണം ഏതാനും നിമിഷങ്ങൾക്കകമിത നമ്മുടെ നഗരിലേക്ക് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട സാധുമാർക്ക് വരാനുള്ള വഴി സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നടത്തുന്ന ഒരു ജിഹാദായി, കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ പോരാട്ടമായി നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സംരംഭത്തെ, ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാ അർത്ഥത്തിലും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത, ഈ പ്രൗഢമായ സ്വീകരണ ചടങ്ങ് ഒരുക്കിയ, ഇവിടെ മനോഹരമായ വേദി ഒരുക്കിയ, ഇതിനുവേണ്ടി ആരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ
ഇവിടെ ആരൊക്കെ പ്രശംസിക്കണമെന്ന് എനിക്കറിയില്ല, ആലോചിക്കേണ്ടതുണ്ട്. ഇതിന് വെയിൽ പ്രശ്നമാക്കാതെ, ചൂട് പ്രശ്നമാക്കാതെ, ഒരുപാട് കട്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ബഹുമാന്യരായ ആലിമീങ്ങള്, ആയിരക്കണക്കിന് മുഅല്ലിം സുഹൃത്തുക്കള്, പതിനായിരക്കണക്കിന് മുത്തആലിമീങ്ങള് സമത്വയെ നെഞ്ചേറ്റുന്ന സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് ഉള്ളറിഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിതാ ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ സ്വീകരിക്കാൻ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർദ്ധരാത്രി വരെ ഇതാ ഈ ഉമ്മത്ത് സമത്വയുടെ ശബ്ദം കേൾക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആലിമീങ്ങള് നെഞ്ചേറ്റിക്കൊണ്ട് ഈ സമത്വയുടെ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിതാ ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ കാത്ത് തിരുവോരങ്ങളിൽ കാത്തിരിക്കുമ്പോ, ഇത്തരം പ്രൗഢമായ മജ്‌ലിസുകളിൽ അവരെ കാത്തിരിക്കുമ്പോ തീർച്ചയായും അല്ലാഹു ഖബൂൽ ചെയ്യും. യാതൊരു സന്ദേഹവും വേണ്ട പ്രിയപ്പെട്ടവര്. ഇന്ന് പുതിയ ഈ ശിർക്കിന്റെ വൈരാളികര്, അതോടൊപ്പം തന്നെ ഇത്തരം അധർമ്മത്തിന്റെ കൂട്ടുകെട്ടുകളെ തകർത്തെറിയാൻ തീർച്ചയായും നമുക്ക് സാധ്യമാകൂ, യാതൊരു സംശയവുമില്ല. ഭീകരവാദത്തിനെതിരെ, ഉഗ്രവാദത്തിനെതിരെ, വിദഅത്തിനെതിരെ നമുക്കറിയാം. ഇവിടെ വലിയ സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്ന ആളുകൾ അവരൊക്കെ വിദഅത്തുമായി പല സന്ദർഭങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തവരാണ്. അവരോട് പലപ്പോഴും ആദർശത്തിന്റെ ഭദ്രതയെ അവർ തന്നെ കളങ്കപ്പെടുത്തിയവരാണ്. ആദർശത്തിന്റെ പേര് നിലനിൽക്കുന്ന ഇന്ന് പലരും നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, അവരൊക്കെ ഇതിനെ വികൃതമാക്കാൻ ശ്രമിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഭീകരവാദത്തിനെതിരെ പട നയിക്കുവാനും പുണ്യസമസ്തക്കെ കഴിയൂ. ഏതെങ്കിലും ഒരു തരത്തിൽ ഇവരൊക്കെ ഈ പുണ്യസമസ്തയല്ലാത്ത ഏതൊക്കെ മതത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ ദീനിൽ അറിയപ്പെടുന്ന ഏതൊക്കെ കൂട്ടരുണ്ടോ അവരൊക്കെ ഭീകരവാദത്തെയും ഉഗ്രവാദത്തെയും തീവ്രവാദത്തെയും ഒക്കെ ഏതെങ്കിലും തരത്തിൽ പരീക്ഷിച്ചുകൊണ്ട് പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദത്തിനെതിരെ, അധർമ്മത്തിന്റെ കൂട്ടുകെട്ടുകൾക്കെതിരെ, അതേപോലെ തന്നെ ബിദ്അത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ, വിഘടന വിദണ്ഡവാദങ്ങൾക്കെതിരെ, ഉഗ്രവാദത്തിനെതിരെ വാളോങ്ങുവാനും സമരം നയിക്കുവാനും പ്രക്ഷോഭമായി മുന്നോട്ട് പോകുവാനും ഈ ഉമ്മത്തിന്റെ ആക്രമത്തെ രക്ഷപ്പെടുത്താൻ, പരലോകം കാത്തു സൂക്ഷിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന്റെ കാവലാളുകളായി നിലനിൽക്കാൻ പുണ്യസമത്വക്കെ കഴിയൂ. സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കാൻ ഈ ഉമ്മത്തിന് കഴിയും. അല്ലാഹുവിന്റെ ആലിമീങ്ങള്, അല്ലാഹുവിന്റെ സാദാത്തീനിന് വേണ്ടി നിലകൊള്ളുന്ന സാദാത്തികള്, അവരുടെ പിന്നിൽ ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ കീഴിൽ പാറ പോലുറച്ച് പർവ്വതം പോലെ എന്ന് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾക്ക്, ബഹുമാനരായ സാദാത്യങ്ങൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട്, തണവൽ ഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമെന്ന് ഉത്കടമായ അഭിലാഷത്തോടുകൂടെ വെയിലും ചൂടും പ്രശ്നമാക്കാതെ ഈ വിഷമങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദീനിന്റെ ആലിമീങ്ങള്, ഇതിന്റെ പടച്ചട്ടയണിഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പതിനായിരക്കണക്കിന് മുഅല്ലിം സുഹൃത്തുക്കളെ, ഇത് നെഞ്ചേറ്റുന്ന എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ബഹുജനങ്ങളെ, തീർച്ചയായും നാം ചെയ്യാണ് നല്ലത്. നിങ്ങൾ തരക്കൂട്ടി എങ്ങനെ കാര്യം നടക്കുക? അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ ഉമ്മത്തിൽ നിലനിൽക്കണം. അത് നിലനിർത്താൻ തീർച്ചയായും ഏറെ ഗുണകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തീർച്ചയായും ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ ഇവിടെ എത്തിയ ശേഷം ഒരു സ്വാഗതഗാനം ആലപിക്കാനുണ്ട്. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ, യോഗത്തെ നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കാനുണ്ട്. തീർച്ചയായും നമ്മുടെ സംരംഭം നമ്മൾ വിജയിപ്പിക്കേണ്ടതുണ്ട്. കേവലം ഈ ഒരു ജാഥയുടെ തുടക്കം കണ്ടുകൊണ്ട് തന്നെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം, പാരമ്പര്യത്തിന്റെ വിരോധികളെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷരാർത്ഥത്തിൽ അന്താളിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ്, കാഴ്ചയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവേശവും ഈ ഊർജവും ഈ താല്പര്യവും ഒക്കെ ഈ വരുന്ന 23, 24, 25, 26 തീയതികളിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള് ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ സമുദായത്തെ ബൗദ്ധികമായി ആത്മീയമായി നയിച്ച അല്ലാഹുവിന്റെ ആരിഫ്യങ്ങള്, അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് നമ്മുടെ മുമ്പേ നടന്നു പോയവർ. അതുകൊണ്ട് തന്നെ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പാദക്കുകളിലില്ല ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ആത്മാർത്ഥതയുടെ നിറകുടം ഉള്ളെറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ നയിക്കാൻ എക്കാലഘട്ടത്തിലും അതിന് കരുത്തുറ്റൊരു പറയണി ബഹുമാനപ്പെട്ട സമസ്ത നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും സദസ്സിൽ പരിമിതിയുണ്ട്, സൗകര്യപ്പെടുന്നതിന്റെ പ്രയാസങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സമ്മേളനം നയിക്കാൻ ഇതിന്റെ പകുതി പ്രവർത്തകരെ പോലും കേരളത്തിന് ഇടമില്ലാത്ത വിധം വിപുലമായ രൂപത്തിൽ ഇതിന്റെ വിശാലമായ ഇതിന്റെ വൃത്തം വിപുലപ്പെടുത്തി വിപുലമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സംരംഭത്തെ
ഏറ്റെടുക്കാൻ, ഈ സന്ദേശം ചെവിക്കൊള്ളാൻ തീർച്ചയായും അടുത്ത നാളുകൾ സമസ്തയുടെ കീഴിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ സാദാത്തുക്കൾ നമ്മോട് പറയുന്നുണ്ടോ അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ സംരംഭത്തെ അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനാദരവുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്ദനായ പണ്ഡിതന്മാരെ, സാദാത്തുമാരെ, നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ഇൻഷാ അല്ലാഹ് 23, 24, 25, 26 തീയതികളിൽ നമ്മുടെ വെളിപ്പാടുകളെ കൂരിയാട് ബാലവി നഗരി വെച്ച് നടക്കുകയാണ്. ആ മഹത്തായ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്ദനായ പണ്ഡിതന്മാർ, വിശിഷ്യ ഷെയ്ഖുന കോട്ടുമല ബാപ്പ മുസ്ലിയാർ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്ദനായ സെക്രട്ടറി ഷെയ്ഖുന കോട്ടുമല ബാപ്പ മുസ്ലിയാർ കഴിഞ്ഞ 23-ാം തീയതി കന്യാകുമാരിയിൽ നിന്നും സമസ്ത സന്ദേശയാത്ര തുടക്കം കുറിച്ച് നമ്മുടെ തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഏക സ്വീകരണ കേന്ദ്രമായ ചമ്മാട് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ മഹാനവറുകളെ കയ്യിൽ നിന്നും പരിശുദ്ധ സമസ്തയുടെ പതാക ഏറ്റുവാങ്ങി കന്യാകുമാരിയിൽ വെച്ച് സമസ്തയുടെ അജയ്യനായ കരുത്തനായ മുഖ്യ കാര്യദർശി ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് മഹാനവറുകൾ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞയച്ച ഏറ്റവും മഹത്തായ സമസ്തയുടെ സന്ദേശയാത്രയാണ് ചമ്മാട്ടെത്തിയിരിക്കുന്നത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ശക്തിയായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ശക്തിയായ പ്രവാഹം നിരക്കെ തക്ബീർ ധ്വനികൾക്കിടയിൽ സമസ്തയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദിവസങ്ങളായി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ അതിർത്തിയായ താനൂർ മണ്ഡലത്തിൽ നിന്നും പൂരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ദാൽഹുദ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഫി ഹാജി കോട്ടുമല ഉസ്താദിനെ ഷാലണിയിച്ച് തിരൂരങ്ങാടി മണ്ഡലം അതിർത്തിയിൽ നിന്ന് സ്വീകരിച്ച് ഒട്ടനവധി ബൈക്കുകളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘടന അൽഹുദ സ്റ്റുഡന്റ് അസോസിയേഷന്റെ 85 വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ട് സമസ്തയുടെ പതാകയേന്തി ത്വാലായി ബദറു ബൈത്തും ചൊല്ലി ഈ മഹത്തായ ഈ ജനസാഗരത്തിലേക്ക് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അഭിവന്ദനായ പണ്ഡിതന്മാരെ ഇവിടെ സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ അല്ലാഹുവിന്റെ ഔലിയാക്കളായ വിശിഷ്യ ബാലവി വരക്കര മുല്ലക്കോയ തങ്ങൾ അല്ലാഹുവിന്റെ കുതുബും വലിയും സയ്യിദുമായ ബഹുമാനപ്പെട്ട ബാലവി വരക്കര മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച സമസ്തയെ ഏതെങ്കിലും വ്യാജമുടികളെ കൊണ്ട് തകർത്താൻ കഴിയില്ല എന്ന് ഉശൈത്തരം പ്രഖ്യാപിച്ചുകൊണ്ടിതാ സമസ്തയുടെ സന്ദേശയാത്ര തിരുവരങ്ങാടി മണ്ഡലത്തിന്റെ മുഴുവൻ ദിക്കുകളെയും ഇളക്കി മറിച്ചുകൊണ്ട് ഈ ചമ്മാട് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വൈകിയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ മഹത്തായ സമ്മേളനത്തിൽ നിരവധി പണ്ഡിതന്മാരും നിരവധി ഉസ്താദുമാരും ബഹുമാനപ്പെട്ട സാദാത്തുമാരും സമസ്തയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അണിനിരന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 85-ാം വാർഷിക മഹാസമ്മേളനം ഏറ്റവും മഹത്തായ ഒരു സംഭവമായി മാറുമെന്ന വിഷയത്തിൽ സംശയമില്ല സഹോദരങ്ങളെ. ആ സമ്മേളനത്തോടുകൂടി മുഴുവൻ വിധേയികളും വിഗതികളും ആ സമ്മേളനത്തിൽ ഒലിച്ചു പോകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കൾ സ്ഥാപിച്ച മഹത്തായ സംഘടന ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്തിനാലെ വരെ സത്യത്തിന്റെ ബാറ്റി നിലകൊള്ളുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സത്യത്തിന്റെ പുലർച്ച ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ വ്യാജമായി കൊണ്ടുവന്നാലും ഏതൊക്കെ വിദൈ പ്രസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും സുന്നത്ത് ജമാഅത്തിന്റെ തനിനിറം ഇതാ വീണ്ടും ഇവിടെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജാഥാംഗങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ഈ വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ബഹുവന്യരായ നേതാക്കളെ, അതേപ്രകാരം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചമ്മാട്ടങ്ങാടിയിലെ വിശിഷ്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരെ, പടച്ച തമ്പുരാൻ നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. ജന്നാത്തുൽ നഈമിൽ നമ്മെ അല്ലാഹു തആല ഇതേപോലെ സന്തോഷത്തിലും റാഹത്തിലുമായി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 23-ാം തീയതി കന്യാകുമാരിയിലെ കുളച്ചലിൽ നിന്ന് ഈ സന്ദേശയാത്ര പുറപ്പെട്ടു. ഒരുപാട് കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ വരവേൽപ്പ് ലഭിച്ചുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നു പോകുന്നത്. ഈ വരുന്ന 2-ാം തീയതി മംഗലാപുരത്ത് ഈ ജാഥ സമാപിക്കുമ്പോൾ സമസ്തയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ജാഥ നയിക്കുന്നത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിന്റെ പ്രിയപുത്രനുമായ കോട്ടുമല TM ബാബു മുസ്ലിയാറാണ് ജാഥയുടെ നായകൻ. അതേപോലെ തന്നെ ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായി ബഹുമാന്യനായ MM മഹീദി മുസ്ലിയാർ ആലുവ, PP ഉമർ മുസ്ലിയാർ കുയ്യോട് തുടങ്ങിയ നേതാക്കളാണ് ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാർ. ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറംഗം PP മുഹമ്മദ് ഫൈസി, അതേപോലെ തന്നെ ബഹുമാന്യനായ കളാവ് സയ്യിദ് അലി മുസ്ലിയാർ, സുന്നിദൽ സംഘത്തിന്റെ ബഹുമാനായ ട്രഷർ ബഹുമാനായ റഹ്മാൻ കല്ലായി, അതുപോലെ തന്നെ മലയം അബൂബക്കർ ബാക്കവി, ഷെരീഫ് ദാരിമി കോട്ടയം, ഹസൻ സഖാഫി കോട്ടൂര്, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, RV കുട്ടിസൻ ദാരിമി കുറ്റിക്കാട്ടൂര്, SK ഹംസ ഹാജി പയ്യന്നൂര്, പാലത്തായി മൊയ്തു ഹാജി, അതേപോലെ തന്നെ ഫരീദ് റഹ്മാനി, അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപുറം, മൂസ ഹാജി കാടാമ്പുഴ തുടങ്ങിയ പ്രമുഖരായ ആളുകളാണ് ഈ ജാഥ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആയിരാരോഗ്യത്തോടുകൂടി ഈ ജാഥ അവസാനിപ്പിക്കാൻ റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. പിന്നെ ഈ ജാഥയിൽ നിന്ന് ഈ മലപ്പുറം ജയിലിൽ തന്നെ തിരക്കുകൊണ്ട് മാറി നിന്ന മലപ്പുറം ജില്ലയിൽ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മുസ്തഫൽ ഫൈസി തുടങ്ങിയ പ്രമുഖ നേതാക്കളും വേദിയിലുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ഈ സമസ്ത ജമിയത്തുൽ ഉലമക്കും വിശിഷ്യ ദീനിനും പ്രവർത്തിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം PP ഉമർ മുസ്ലിയാർ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. അതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. അഭിവന്ദ്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാരഥികളും നേതാക്കളുമായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഈ മഹത്തായ സംഗമത്തിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 85-ാം വാർഷിക മഹോത്സവം, അതിന്റെ പ്രചരണാർത്ഥം ഇവിടെ എത്തിയിരിക്കുന്ന ഈ സന്ദേശയാത്രക്ക് നൽകിയിരിക്കുന്ന ഊഷ്മളമായ സ്വീകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മഹത്തായ ഈ സംഗമത്തിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ മഹത്തായ സംഗമത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ ക്ഷണിക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ 85 വർഷത്തെ സേവന നേട്ടങ്ങളെ വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന്റെ ഉദ്ദേശ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമ സൃഷ്ടികളായ മനുഷ്യരെ സത്യത്തിന്റെ സരണി കണ്ടെത്താൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹു തആല ആ സത്യസരണിയും പ്രവാചകന്മാരിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവസാനമായി വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സത്യത്തിന്റെ സരണിയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആ മഹത്തായ സന്ദേശം കേരളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രചാരകന്മാരായി, മിഷണറികളായി ബഹുമാനപ്പെട്ട സഹാബത്ത് വരികയും ആ സഹാബത്ത് സത്യദീനിന്റെ യഥാർത്ഥ രൂപം ഈ കേരള മണ്ണിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പൂർവികന്മാർ ആ മഹത്തായ സന്ദേശത്തിൽ
ഒരു കലർത്തലും ഒരു കൂട്ടിച്ചേർക്കലും ഇല്ലാതെ ഒറിജിനാലിറ്റി ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ അത് സ്വീകരിക്കുകയും ചെയ്തു. ആ ഒറിജിനൽ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം. ആ രൂപം ഇവിടെ നിലനിൽക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ, ബഹുമാനപ്പെട്ട സഹാബത്ത്, ബഹുമാനപ്പെട്ട താബിഈങ്ങൾ, സലഫുസ് സ്വാലിഹീങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും അതേപടി ഇവിടെ നിലനിൽക്കണം എന്ന ഈ മഹത്തായ സന്ദേശമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. ആ സത്യസന്ദേശത്തിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തമമായ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമാണ് ഇത്തരം സമ്മേളനങ്ങളും ഇത്തരം സന്ദേശയാത്രകളും. അതുകൊണ്ട് തന്നെ തികച്ചും അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തികരമായ ഒരു മഹത്തായ ചൈത്രയാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോട്, ആശയാദർശങ്ങളോട് കൂറും വക്തിയുമുള്ള സത്യവിശ്വാസികൾ ഊഷ്മളമായി അതിനെ വരവേൽക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ വരവേൽപ്പ് നടത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ കൃതജ്ഞതയും നന്ദിയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമത്തെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിരിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്കെല്ലാവർക്കും അല്ലാഹു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ മാതൃക പിൻപറ്റുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം 85-ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സാന്നിധ്യം ഉണ്ടാവേണമെന്ന് വളരെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അതിൻ്റെ ബന്ധപ്പെട്ടവർ ഹാരാർപ്പണം നടത്തുകയാണ്. ഉപഹാര സമർപ്പണവും ഉണ്ടാവും. ചമ്മാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സി എ സലാം ദാരിമി, ചമ്മാട് റേഞ്ച് മാനേജിംഗ് അസോസിയേഷൻ കെ കെ ഇല്യാസ്, ഇല്യാസ്, SYS തിരൂരങ്ങാടി പഞ്ചായത്ത് കുഞ്ഞി മുഹമ്മദ് കാച്ചടി, തിരൂരങ്ങാടി റേഞ്ച് ഹൈദർ മൗലവി, വെന്നിയൂർ റേഞ്ച് അബ്ദുൽ അസീസ് മൗലവി, പരപ്പനങ്ങാടി റേഞ്ച് അബ്ദുസലാം ഫൈലി, കൊടിഞ്ഞി റേഞ്ച് അജ്മൽ ഫൈലി, കൊളപ്പുറം റേഞ്ച് തയ്യൂം ഫൈലി, വെന്നിയൂർ റേഞ്ച് മാനേജ്മെന്റ് PP ബാപ്പുട്ടി മുസ്ലിയാർ, ചമ്മാട് ക്ലസ്റ്റർ SKSS ഓഫ് മുഹമ്മദ് അലി, ചെട്ടിപ്പടി റേഞ്ച് അനീസ് ഫൈലി, മുട്ടിച്ചിറ മഹല്ല് പ്രസിഡന്റ് പൂക്കാടൻ കുഞ്ഞുമോൻ ഹാജി, അൻസാറുൽ ഇസ്ലാം ദർസ് തൊലബ വിങ് മുട്ടിച്ചിറ ഫളുദ്ദീൻ മൗലവി, എടരിക്കോട് പഞ്ചായത്ത് SYS ഹൈദർ മൗലവി, ഇരുമ്പുചോല ദർസ് വിദ്യാർത്ഥി സംഘടന ഷുഐബ്, നന്നമ്പ്ര SYS കമ്മിറ്റി തങ്ങൾ, പരപ്പനങ്ങാടി ക്ലസ്റ്റർ SKSS ഓഫ് ഷമീം ദാരിമി, ചെട്ടിപ്പടി റേഞ്ച് മാനേജ്മെന്റ് നൌഷാദ് PP, ഇനി ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ ഷെയ്ഖുന ബാപ്പു ഉസ്താദ് അവറുകൾ ഈ വേദിയെ അഭിസംബോധന ചെയ്യുകയാണ്. അതിനായി ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ സമസ്ത നേതാക്കളും പണ്ഡിതന്മാരും ആയ ഈ ജാഥയിലെ സഹയാത്രികരെ, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, ഈ സദസ്സിൽ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, യുവാക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 85ാം വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സന്ദേശം സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമ്മേളനം തീരുമാനിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏറ്റവും ഉദാത്തമായൊരു പ്രമേയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളും സമ്മേളന പരിപാടികളും നടത്താൻ തീരുമാനിച്ചത്. അതാണ് സത്യസാക്ഷികളാവുക എന്ന പ്രമേയം. സത്യസാക്ഷികളാവുക എന്ന പ്രമേയം എന്തുകൊണ്ടും സമസ്തക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളതും ഉയർത്തിപ്പിടിക്കാൻ അവകാശപ്പെട്ടതും ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ സത്യത്തിന് വേണ്ടിയാണ്, അഥവാ സത്യത്തിന്റെ സാക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സത്യത്തിന്റെ സാക്ഷികൾ ഈ ഉമ്മത്തില് പരിശുദ്ധമായ ദീനിനെ ശരിയായ വിധത്തിൽ നിലനിർത്തിപ്പോരുന്നവരാണ് യഥാർത്ഥത്തിൽ സത്യസാക്ഷികൾ. സാക്ഷികൾ പലരുമുണ്ടാകാം, പക്ഷേ സത്യത്തിന്റെ സാക്ഷികളെ പോലെ തന്നെ അസത്യത്തിന്റെ സാക്ഷികളുമുണ്ട്. സാക്ഷികൾ രണ്ട് ജാതിയാണ്. ഒന്ന് സത്യത്തിന്റെ സാക്ഷികൾ, മറ്റൊന്ന് അസത്യത്തിന്റെ സാക്ഷികൾ. രണ്ടു കൂട്ടർക്കും സാക്ഷികൾ എന്ന് പറയും. വ്യത്യാസം വളരെ വളരെ വലിയ വ്യത്യാസമാണ് അത് രണ്ടും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അസത്യത്തിന്റെ പ്രചരണവുമായി ഇവിടെ ധാരാളം സംഘടനകളും ധാരാളം പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ റഹ്സുമാല് അസത്യമാണ്. അസത്യം എന്നതുമായി അവര് ഇറങ്ങിത്തിരിച്ച് അതിനെ സത്യമായി ജനങ്ങൾക്കിടയിൽ സത്യമായി അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുക. അത് ആദർശപരമായും ആശയപരമായും അങ്ങനെയുള്ള അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇവിടെ സ്ഥാപിച്ച കാലം മുതൽക്ക് അത് ഇതുവരെ പ്രവർത്തിച്ചു വന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പഴയകാല ചരിത്രങ്ങളെയൊക്കെ മറന്നുകൊണ്ട് സത്യത്തിന് നിരക്കാത്തതും സത്യത്തിന് കൊള്ളാത്തതുമായ കുറെ അസത്യങ്ങളുമായി ഇവിടെ ഇറങ്ങി പുറപ്പെട്ടവരുമുണ്ട്. ഈ വിഭാഗക്കാരൊക്കെയും അവരവരുടെ മാർഗത്തിലൂടെ നീങ്ങുകയാണ്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു മാർഗമേ ഉള്ളൂ, അതാണ് സത്യസരണി. ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഏറ്റെടുത്ത് സ്വഹാബത്തിലൂടെ താബീകളിലേക്ക് കൈമാറി ആ പരമ്പരയിലൂടെ മുസ്ലിമീങ്ങൾ ഇവിടെ നിലനിർത്തിപ്പോരുന്ന വിശ്വാസങ്ങളും ആദർശങ്ങളും ആശയങ്ങളും അത് യഥാർത്ഥത്തിൽ ഒരൊറ്റ മാർഗമാണ്. ആ മാർഗത്തെ നിലനിർത്താനും മുസ്ലിം സമുദായത്തിൽ അതിനെ ആവശ്യമായ വിധത്തിലുള്ള സംരക്ഷണം നൽകി മുസ്ലിമീങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 85 വർഷക്കാലം ആ ഒരേ ദൗത്യം മാത്രമാണ് നിർവഹിച്ചു വരുന്നത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചിന്തയുമില്ല. കാരണം അത് സ്ഥാപിക്കപ്പെട്ട മഹാന്മാർ, അതിന്റെ സ്ഥാപകന്മാര് അങ്ങനെയുള്ള ഉഖറവിയായ ആലിമീങ്ങളും ആരിഫീങ്ങളും സാദാത്യങ്ങളുമായിരുന്നു. അവരുടെ ലക്ഷ്യം ഈ ബിദ്അത്ത്
പരിശുദ്ധമായ ദീനിൽ കടന്നുകൂടുമെന്ന് കണ്ടപ്പോൾ അവരെ ഒരിക്കലും തന്നെ ഈ സമുദായത്തിലേക്ക് അടുക്കാൻ അനുവദിച്ചുകൂടാ എന്ന ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പണ്ഡിതന്മാർക്ക് അങ്ങനെയുള്ള കടമ നിർവഹിച്ചേ പറ്റൂ എന്ന ബോധം അവർക്കുണ്ടായതുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം സംഘടിതമായി ഉണ്ടാക്കിയത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ദൗത്യം മാത്രമാണ് അന്ന് മുതൽക്ക് ഇന്ന് വരെ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തക്ക് വേറെ യാതൊരു പരിപാടി ഇവിടെ ഇല്ല. ഏക ലക്ഷ്യം ബഹുമാനപ്പെട്ട ദീനിനെ ഇവിടെ നിലനിർത്തുക, മുസ്ലിം സമുദായത്തിൽ ദീനിനെ നിലനിർത്തുക, അതിന് സത്യമായ നിലക്ക് അതിന്റെ മാർഗം കാണിച്ചു കൊടുക്കുക. ആ മാർഗം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബത്തിലൂടെയും താബിഈങ്ങളിലൂടെയും സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ലാത്ത വിധത്തിൽ എല്ലാവരും അംഗീകരിച്ചു പോരുന്ന ഒരു മാർഗമുണ്ട്. അത് സബീലുൽ മുസ്ലിമീനാണ്, മുസ്ലിമീങ്ങളുടെ വഴിയാണ്. ആ വഴിയല്ലാത്തൊരു വഴി മുസ്ലിം എന്ന് പറയുന്നവർക്ക് പറ്റൂല, മുസ്ലിം അല്ലാത്തവർക്ക് പറ്റും, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗം സബീലുൽ മുസ്ലിമീൻ, ആ മാർഗം തന്നെയാണ്. അതുകൊണ്ട് ആ മാർഗത്തെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ സംഘടനയിലൂടെ ഇത്ര കാലം ഇവിടെ പ്രവർത്തിച്ചത് ഫലമായിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നത്. വേറൊന്നിലേക്കും പോകാൻ അവർക്ക് യാതൊരു വിധത്തിലും താല്പര്യമില്ല. അവരാരെങ്കിലും കൊണ്ടുപോകാൻ വിചാരിച്ചാൽ അവരതിന് കിട്ടുകയുമില്ല. അതാണ് ഇവിടെ കാലം തെളിയിച്ചിരിക്കുന്നത്. 85 വർഷക്കാലം മുമ്പ് തുടങ്ങിയ ഈ വിജയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും വേരുപിടിച്ചിട്ടില്ല. അവർക്ക് യാതൊരു വിധത്തിലും വളരാൻ സാധിച്ചിട്ടില്ല. ഈ സമുദായത്തിൽ അങ്ങനെ ഒരാശയം കുത്തിച്ചെലുത്തിക്കൊണ്ട് ഈ സമുദായത്തെ ഒന്നിച്ചു മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും കുറഞ്ഞ ആളുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ വ്യക്തമായി ഇവിടുത്തെ സമുദായത്തിന്റെ മുന്നിൽ ആ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അതാണ് സമസ്ത പറഞ്ഞത്. വിശുദ്ധമായ ആ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം അതാരാണ് ഏതാണ് എന്നുകൂടി വ്യക്തമായി അല്ലാഹു തന്നെ വിവരിച്ചു. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് വീണ്ടും ഒരു വ്യാഖ്യാനം കൊടുത്തു. അതിന് ഏതാണെന്ന് പരിചയപ്പെടുത്തി തന്നു. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവര്, മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. വളരെ വ്യക്തമായി ആ മാർഗം, ആ മാർഗത്തിലൂടെ മാത്രമാണ് എന്നെ നീ ആക്കണം, ആ മാർഗത്തിലേക്ക് മാത്രമാണ് എന്നെ ആക്കേണ്ടതെന്ന ആ ഒരു ദുആയും പ്രാർത്ഥനയും അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കണമെന്ന പരിശുദ്ധമായ ഈ വാക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഒരു മാറ്റവും ഒന്നിനും വരുത്തിയിട്ടില്ല, വരുത്താൻ സമ്മതിക്കുന്നുമില്ല. ദീനിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു മാറ്റത്തിനും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ആ മഹത്തായ പ്രസ്ഥാനം അത് അതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് മാർഗതടസ്സം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിനെ തടച്ചു കെട്ടാനോ അതിനെ തടയിട്ട് നിർത്താനോ ആർക്കും സാധ്യമല്ലെന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് സമസ്തയുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ തുടങ്ങി വെച്ചതായ ഈ സന്ദേശയാത്ര സ്വീകരിക്കപ്പെടുന്ന മജ്‌ലിസുകളും സദസ്സുകളും. ഇവിടെ സമസ്തയുടെ പടയണിയെ തടുക്കാൻ ആർക്കും കഴിയുകയില്ലെന്ന് വ്യക്തമായി ആർക്കും ബോധ്യമാകുന്ന വിധത്തിലാണ് ഈ സമ്മേളനങ്ങളൊക്കെ ഇതുവരെ നടന്നു വന്നിട്ടുള്ളത്. ഇവിടെയും ഇത്രയും ആളുകൾ പങ്കെടുത്തു. ഇത് സമസ്തയുടെ സമ്മേളനം 85ാം വാർഷിക സമ്മേളനമല്ല. ഇത് സമസ്തയുടെ 85ാം വാർഷിക സമ്മേളനമല്ല. സമസ്തയുടെ 85ാം വാർഷിക സമ്മേളനത്തിന് സമസ്തയുടെ സന്ദേശം നാട് നീളെ നടന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് മാത്രം ഏതാനും കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ജൈത്രയാത്രയാണ്. ഈ യാത്രയാണ് ഇത്രമാത്രം ആളുകൾ കൂടിക്കൊണ്ട് സ്വീകരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ സമ്മേളനം അതിനെ യാതൊരു വിധത്തിലും യാതൊരു നിലക്കും ഒരു കോട്ടവും സംഭവിക്കാതെ അത് നടത്തിപ്പോരാൻ സാധിക്കും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമസ്തയിൽ ആരുമില്ല, സമസ്തക്കാർക്ക് ആളില്ല. പല പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സമസ്തയിൽ ആളുണ്ടോ ഇല്ലേ എന്ന് കണ്ണും കാതുള്ളവർക്കൊക്കെ അങ്ങോട്ട് വന്നാൽ ഊരിയാട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലെത്തിയാൽ ആർക്കും കാണാൻ സാധിക്കും
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ പിന്നിലാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മുഴുവനുമെന്ന്. അങ്ങനത്തെ ഒരു സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ സമ്മേളനത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കാനുള്ളവർ നമ്മളാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ കൂരിയാട് പ്രദേശം തന്നെയാണിത്. ഇവിടുന്ന് വെളിപ്പാട് അകലെയാണ് കൂരിയാട്, സമ്മേളന നഗരി. ഓരോ ദിവസവും 10 പ്രാവശ്യം അവിടെ പോയി നോക്കാൻ സ്ഥലം. അപ്പൊ ആ സ്ഥലം അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിന് എല്ലാ വിധത്തിലും അതിന്റെ പ്രൗഢിയും ഗാംഭീര്യവുമുള്ള സമസ്തയുടെ ഇസ്സത്തും യശസ്സും ഉയർത്തുന്ന ഈ സമുദായത്തിന്റെ ഒരു അഭിമാനമായി മാറേണ്ടുന്ന ഒരു സമ്മേളനമാവണം ഫെബ്രുവരി 23 മുതൽ 26 വരെ നടക്കുന്നതായ വരക്കൽ മലക്കോയ തങ്ങൾ നഗരിയിലെ സമ്മേളനം. അതങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ഇതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അതിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുകയും ഏതാനും ദിവസങ്ങൾ കൂടി തുടർന്ന് മംഗലാപുരത്ത് സമാപിക്കുകയും ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രവർത്തനമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി ഇതിന്റെ എല്ലാവിധത്തിലും യാതൊരു ബുദ്ധിമുട്ടും വിഷമവും കൂടാത്ത നിലക്ക് ഈ ജാഥ നയിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർക്കൊക്കെ തന്നെ ഒരു വിഷമവും പ്രയാസവും ഇല്ലാതെ അവരോടൊപ്പമുള്ള നമ്മളുടെ ഉമറാക്കൾ ദിവസങ്ങളായി എല്ലാ ഏർപ്പാടുകളും ജോലികളും ഒക്കെ മാറ്റിവെച്ച് വലിയ വലിയ ബിസിനസിന്റെയും വലിയ വലിയ സ്വന്തം കാര്യങ്ങളുടെയൊക്കെ ആളുകൾ അതൊക്കെ മാറ്റിവെച്ച് അവരും ഈ ജാഥയോടൊപ്പം ഈ ഒരു പുണ്യം ഓർത്തുകൊണ്ട് അനുഗമിച്ചു പോരുക. അങ്ങനത്തെ ഒരുപാട് നമ്മളുടെ കൂടെയുള്ള ഉമറാക്കളുണ്ട്. അല്ലാഹു ആർക്കും ഒരു വിഷമവുമില്ലാതെ വളരെ ഭംഗിയായ നിലക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ഈ ജാഥയിലെ ആളുകൾക്കും ലഭിക്കാനും വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു വിഷമവും ബുദ്ധിമുട്ടും പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഈ ജാഥയ്ക്ക് നിങ്ങൾ ഈ നൽകിയതായ സ്വീകരണം, ഈ സ്വീകരണം ഏറ്റവും ഊഷ്മളമായ ഒരു വരവേൽപ്പാൻ നിങ്ങൾ ഈ ജാഥയ്ക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അതിന് നൽകുമാറാകട്ടെ. അതിനുള്ള എല്ലാവിധ എന്റെ ഹൃദയംഗമായ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സജീവമാകണമെന്നും ആ സമ്മേളന നഗരിയിൽ എത്തിക്കൊണ്ട് തന്നെ സമ്മേളനം വിജയിപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി മഗ്‌രിബ് വാങ്ങിക്കൊടുക്കാനായതുകൊണ്ട് നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ്, MP മുസ്തഫൽ ഫൈദി, അതുപോലെ ബഹുമാനപ്പെട്ട എം എ മൊഹിദ്ദീൻ മുസ്ലിയാർ, PP ഉസ്താദ് സദസ്സിലുണ്ടെങ്കിലും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പണ്ഡിതന്മാർക്കും ഇത് വിജയിപ്പിക്കാനെത്തിയ മുഴുവൻ സഹോദരങ്ങൾക്കും മാന്യ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി ആശംസിച്ചുകൊണ്ട് 3 സലാത്തോടെ ഈ മഹത്തായ സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വാഹനങ്ങൾ കടന്നു പോകാൻ ആളുകൾ സൗകര്യം ചെയ്തു കൊടുക്കണം. റോട്ടിൽ നിന്ന് മാറി വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു.